Debate with Dr. Arun Kumar. ശബരിമലയിലെ ശ്രീകോവിലിലുള്ള പാളികൾ യഥാർത്ഥത്തിലുള്ള പാളികൾ തന്നെയാണ്. ഒറിജിനലോ അതോ ഡ്യൂപ്ലിക്കേറ്റോ? സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് കോടതി തന്നെയാണ്. VSC റിപ്പോർട്ടിലെ രാസപരിശോധനാ ഫലം ഞെട്ടിക്കുന്നതാണ് എന്ന് കോടതി പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിചേർക്കപ്പെട്ടവരുമായി ബന്ധപ്പെട്ട 21 ഇടങ്ങളിലാണ് ഇന്ന് പുലർച്ചെ 7 മണിക്ക് ED വ്യാപകമായ റെയ്ഡിനിറങ്ങിയത്. റെയ്ഡിനിറങ്ങിയവരുടെ വീട് പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് നിർണായക വിവരങ്ങളാണെന്ന് സൂചനയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് മുതൽ പോറ്റിയുടെ വീട്ടിൽ നിന്ന് നേരെ മുരാരി ബാബുവിന്റെ വീട്ടിൽ നിന്ന് കാക്കനാട്ടെ ദേവസ്വം സെക്രട്ടറിയുടെ വീട്ടിൽ, ഒപ്പം ബെല്ലാരി വരെ നീണ്ട മഹാ റെയ്ഡ്. ഏകദേശം 9.5-10 മണിക്കൂർ നീണ്ട റെയ്ഡിൽ പക്ഷേ 13ാം പ്രതി തന്ത്രി രാജീവ് ഖണ്ഡ്രയുടെ പേരില്ല. എന്തുകൊണ്ടാണ് 21 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയ ED ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഘടകമെന്ന് SIT തന്നെ കോടതിയിൽ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ച രാജീവ് ഖണ്ഡ്രയുടെ വീട് ഒഴിവാക്കിയത്? സ്വർണ്ണക്കൊള്ള കൊടിമരക്കൊള്ളയിലേക്ക് നീളുമ്പോൾ നെഞ്ചിടിപ്പ് ആർക്കാണ്? പങ്കുപറ്റിയത് ആരെല്ലാമാണ്? വീണ്ടും സ്വർണ്ണക്കൊള്ള പ്രചരണായുധമായി മാറുമോ? ഇപ്പോൾ സന്നിധാനത്തുള്ള പാളികൾ ഒറിജിനലോ അതോ ഡ്യൂപ്ലിക്കേറ്റോ? ആർക്കൊക്കെ പങ്ക് കിട്ടി? പങ്കാളികൾ ആരല്ല? അതിഥികളായി CPM പ്രതിനിധി ഡോക്ടർ PK ഗോപൻ, കോൺഗ്രസ് പ്രതിനിധി രാജു P നായർ, അഖില ഭാരതീയ അയ്യപ്പധർമ്മ പ്രചാരസഭ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ മധുമണിമല, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാൽ എന്നിവർ, ഒപ്പം മഹേഷ് പണിക്കരും അല്പസമയത്തിനുള്ളിൽ നമുക്കൊപ്പം ചേരും. ആദ്യം ഞാൻ ശ്രീ ഗോപനിലേക്ക്. ശ്രീ ഗോപൻ, ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞത് സ്വർണ്ണക്കൊള്ളയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തി സർക്കാരിന് തുടരാൻ കഴിയില്ല എന്നാണ്. SIT സമ്മർദ്ദത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവും അത് തന്നെ പറയുന്നു. കോടതി അടിവരയിട്ടത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഈ ദ്വാരപാലക ശില്പപാളികളുടെ എല്ലാം യഥാർത്ഥത്തിലുള്ള പാളി ഏതോ ഒരു കോടീശ്വരന് വിറ്റു എന്ന പ്രതിപക്ഷാരോപണത്തെ സാധൂകരിക്കുന്നതാണ് കോടതിയുടെ നിലപാട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇന്ന് EDയുടെ റെയ്ഡ് നടന്നു. EDയുടെ റെയ്ഡിൽ ഇപ്പോഴും പത്തനംതിട്ടയിൽ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്ന പത്മകുമാറിൻ്റെ വീട് ഉൾപ്പെട്ടിട്ടുണ്ട്. മുതിർന്ന CPM നേതാവായ വാസുവിൻ്റെ വീട് ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 21 ഇടങ്ങളിലെ റെയ്ഡ് നടന്നു. ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ED റെയ്ഡിൽ നിന്ന് തന്ത്രിയുടെ വീട് എങ്ങനെ ഒഴിവാക്കപ്പെട്ടു എന്നാണ് നിങ്ങളുടെ നിഗമനം? ഡോക്ടർ PK ഗോപൻ. ഇതിൽ പ്രതിപക്ഷ നേതാക്കൾ ഈ പ്രശ്നത്തെ സമീപിക്കുമ്പോൾ SITക്കെതിരായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കെതിരായിട്ട് അവർ സംസാരിക്കുകയാണെന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം കഴിഞ്ഞ ദിവസം SITയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി വളരെ ഫലപ്രദമായി അന്വേഷണം നടത്തുന്ന SITയെക്കുറിച്ചാണ് പറഞ്ഞത്. കോടതി ആഗ്രഹിക്കുന്ന തരത്തിൽ, കേരളീയ സമൂഹം ആഗ്രഹിക്കുന്ന തരത്തിൽ, വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതീക്ഷ നിറവേറ്റുന്ന വിധത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ ശക്തമായി അന്വേഷണം നടത്തിയതുകൊണ്ടാണ് ഈ സ്വർണ്ണപ്പാളിയെ സംബന്ധിച്ച് പ്രതിപക്ഷം തന്നെ ഇപ്പോൾ ആവേശപൂർവ്വം നിഗമനത്തിലെത്തുന്ന കാര്യങ്ങളിലേക്ക് എത്തുന്നത് SIT നന്നായിട്ട് അന്വേഷിച്ചത് കൊണ്ടാണ്. അപ്പോൾ സ്വർണ്ണപ്പാളി വിറ്റതാണോ, അതല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും വിധത്തിൽ ഷേപ്പ് മാറ്റിയതാണോ, ഇതൊക്കെ അന്വേഷിക്കാനാണല്ലോ SIT ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇത്ര കൃത്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ SITയുടെ പേരിൽ എന്തിനാണ് വീണ്ടും സംശയം ഉയർത്തുന്നത്? കാരണം ഈ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പപാളി കേസിൽ ഇന്ന് ജാമ്യം കിട്ടിയിരിക്കുന്നു. ഫെബ്രുവരി 3-ാം തീയതി കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കട്ടളപ്പാളി കേസിലും ജാമ്യം കിട്ടും. ഒന്നാം പ്രതി ജാമ്യം കിട്ടി പുറത്തു വരുന്ന സാഹചര്യമുണ്ടാകും. ഡോക്ടർ PK ഗോപൻ. യെസ്, അത് നിശ്ചിത സമയത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാതെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പ്രയാസമുണ്ടെന്നുള്ള കാര്യം ബഹുമാന്യ ഹൈക്കോടതി അറിയിക്കുകയും ഹൈക്കോടതി അതനുസരിച്ച് എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുള്ളതുമാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും SITയുടെ കർശനമായ, അല്ലെങ്കിൽ ബഹുമാന്യ ഹൈക്കോടതിയുടെ കർശനമായ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും നടക്കുന്ന ഒരു കാര്യത്തെ വഴിതെറ്റിച്ചു വിടാനും അതുപോലെ തന്നെ അതിൽ സമൂഹത്തിൻ്റെ വിശ്വാസ്യത ദുർബലപ്പെടുത്താനും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് എത്തിയത് 2019 മുതൽ 2025 വരെയുള്ള അന്വേഷണത്തിലും സംഭവങ്ങളിലും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനാണ് ബഹുമാന്യ പ്രതിപക്ഷ നേതൃത്വം പരിശ്രമിച്ചത്. പക്ഷേ ഞാൻ ഈ ചർച്ചയിൽ മാസങ്ങളായിട്ട് പങ്കെടുക്കുന്ന ഒരാളെന്ന തരത്തിൽ ശബരിമല പ്രശ്നത്തിൽ
ഇടതുപക്ഷ നേതൃത്വവും CPIM നേതൃത്വവും ഞങ്ങളെല്ലാവരും ആവർത്തിച്ച് സൂചിപ്പിച്ചൊരു കാര്യം, ഇത് 2019 തുടങ്ങി 2025 അവസാനിക്കുന്ന ഒന്നല്ല. ഇത് വർഷങ്ങൾ പിറകിലേക്ക് പോകും. ചുരുങ്ങിയത് ഒരു 20 വർഷത്തെയെങ്കിലും ഇപ്പോൾ കോടതി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്ത്രിയിലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും അംഗങ്ങളിലേക്കും എത്തി. അങ്ങനെ എത്തിയപ്പോൾ ഇപ്പോൾ നടന്ന കൊള്ളയേക്കാൾ വലിയ കൊള്ളയാണ്, വലിയ വിശ്വാസ കൊള്ളയാണ് അവിടെ നടത്തിയത്. വിശ്വാസ കൊള്ളയാണ്, സ്വർണ്ണക്കൊള്ളയേക്കാൾ വലിയ വിശ്വാസ കൊള്ളയാണ്. കാരണം ദേവൻ്റെ അനുജ്ഞ വാങ്ങുന്ന ആളായിട്ടാണ് തന്ത്രിയെ കാണുന്നത്, ദേവൻ്റെ പിതൃസ്ഥാനീയനായിട്ടാണ് തന്ത്രിയെ കാണുന്നത്. അങ്ങനെയുള്ള തന്ത്രി ദേവൻ്റെ അനുജ്ഞ വ്യാജമായി സമ്പാദിച്ചു എന്ന് വരുന്നു. അദ്ദേഹം ആവശ്യമില്ലാത്ത ഒരു സംഭവം അവിടെ കൊടിമരം മാറ്റിസ്ഥാപിക്കാൻ ആവശ്യപ്പെടുന്നു. ലോക ചരിത്രത്തിലാദ്യമായി കോൺക്രീറ്റ് തൂണിൽ ചിതലുകൾ അരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് ലോകത്താദ്യമായി കണ്ടുപിടിച്ച ഒരാളിൻ്റെ പേര് പ്രയാർ ഗോപാലകൃഷ്ണൻ. അതിന് സഹശാസ്ത്രജ്ഞനായിട്ട് അറിയപ്പെടുന്ന ആളിൻ്റെ പേര് അജയ് തറൈ. അടുത്ത PSC പരീക്ഷയ്ക്ക് ചോദിക്കാം, ലോകത്താദ്യമായി കോൺക്രീറ്റിനകത്ത് ചിതല് കയറാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഇവർക്ക് രണ്ടുപേരുടെ പേരെഴുതി വെച്ചാൽ CPIM അന്നത്തെ ദേവസ്വം ബോർഡിലെ അംഗമാണ്. ഈ രാഘവനുമുണ്ട് ഈ പറയുന്ന കൊടിമരം പുനഃസ്ഥാപിക്കുമ്പോഴും വാജിവാഹനം കൈമാറും. ശ്രീ ഡോക്ടർ അരുൺ രാഘവൻ പങ്കെടുത്ത ദേവസ്വം ബോർഡ് മീറ്റിംഗിൽ വെച്ച് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, പക്ഷേ രാഘവൻ കൊടിമരത്തിന്റെ കൈമാറ്റം നടക്കുമ്പോൾ അതെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളെങ്ങനെ ശ്രീ ഡോക്ടർ അരുണെ ചിതൽ കോൺക്രീറ്റ് തിന്നുവെന്ന് പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം? അപ്പൊ ഇതൊന്നും കോൺക്രീറ്റ് ചിതൽ പിടിച്ചു എന്ന് രാഘവൻ പറഞ്ഞിട്ടുണ്ടോ? രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിൽക്കുന്നു. രാഘവൻ അവിടെ സാന്നിധ്യമാണ്. രാഘവന്റെ നിരീക്ഷണത്തിലോ നിയന്ത്രണത്തിലോ അല്ല അത് നടക്കുന്നത്. രാഘവൻ അവിടെ രണ്ടുപേരുള്ള കോൺഗ്രസിന്റെ ബോർഡിൽ ഒരാൾ മാത്രം. ദേവപ്രശ്നത്തിലല്ലേ അത് ജീർണിച്ചതാണെന്ന് കണ്ടെത്തിയത്? അത് ദേവസ്വം ബോർഡിന്റെ തീരുമാനമായിരുന്നില്ല. ആ ദേവപ്രശ്നത്തിലാണ് ദേവപ്രശ്നം ആധാരമാക്കുന്നത് തന്ത്രസമുച്ചയത്തിൽ കോൺക്രീറ്റിനെ കുറിച്ചുള്ള പരാമർശമില്ല. അതിൽ മറവെന്നാണത് സങ്കല്പം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പദപ്രയോഗം വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങ് പറഞ്ഞതിൽ ഒരു ഭാഗം വളരെ കൃത്യമാണ്. പ്രതിപക്ഷത്തിന് ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. അങ്ങ് പറഞ്ഞതുപോലെ 2019 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിലെ കൊള്ളയായി ഇത് ഒതുക്കി നിർത്താൻ പ്രതിപക്ഷം ആഗ്രഹിച്ചു എന്നതാണ് അങ്ങയുടെ വാദം. ഇന്നിപ്പോൾ അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയപ്പോൾ കോൺഗ്രസിനും ആശങ്കയുണ്ടാവുന്നു എന്നുള്ളതാണ്. ഞാൻ ഒന്ന് കോൺഗ്രസ് നേതാവിൻ്റെ കൂടി പ്രതികരണം എടുത്തിട്ട് തിരിച്ചു മടങ്ങി വരാം. നമുക്ക് എല്ലാ അതിഥികളിലേക്കും ഒരു റൗണ്ട് പോയതിനു ശേഷം കൂടുതൽ വിശദമായി ഈ വിഷയത്തിലേക്ക് വരാം. ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോകുന്നു. ശ്രീ രാജു പി നായർ, 2019 മുതൽ 25 വരെ ഈ സ്വർണ്ണക്കൊള്ള ഒതുങ്ങി നിൽക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതുകൊണ്ടാണോ 17ലേക്ക് എത്തുന്ന സമയത്ത് അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനും കൂടി പ്രതിസ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സമ്മർദ്ദമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? അത് യഥാർത്ഥത്തിൽ ഇന്ന് പൊളിഞ്ഞു വീണിരിക്കുകയല്ലേ? കാരണം ഈ SITയുടെ നീക്കത്തെ കോടതി അഭിനന്ദിച്ചിരിക്കുകയാണ്. അല്ല അരുൺകുമാർ, ഞങ്ങളെ സംബന്ധിച്ചോളം 2019 അല്ല 50 വർഷം പിന്നോട്ട് അന്വേഷിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. എന്തായാലും ഈ CPIMന്റെ പ്രതിനിധികൾ വരുന്ന പോലെ നാണം കെട്ട പ്രതിരോധവുമായി ഏതെങ്കിലും കോൺഗ്രസ് സംഘത്തിനെതിരെ നിയമപരമായ നടപടി ഉണ്ടെങ്കിൽ ഞങ്ങൾ വരികയില്ല. അതിനകത്ത് യാതൊരു തർക്കവും വേണ്ട. പക്ഷേ അങ്ങ് ഇവിടെ പറഞ്ഞതിലും ചെറിയൊരു അബദ്ധം സംഭവിച്ചു. ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചപ്പോൾ അത് K. രാഘവനല്ല പ്രതിനിധി. അതിനു മുമ്പായിട്ട് ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഭാഗത്തെ പ്രതിനിധി, CPIMന്റെ പ്രതിനിധി, അന്നത്തെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയുമായ ശ്രീ കുമാരനായിരുന്നു. കുമാരൻ ആ തീരുമാനത്തിന്റെ ഭാഗമായി എന്ന് മാത്രമല്ല, അതിനുശേഷം കോന്നിയിൽ നിന്ന് ആ തേക്കും തടി പൻപയിൽ എത്തിച്ചപ്പോൾ അതിൽ വണങ്ങി നിൽക്കുന്ന ചിത്രം ശബരിമല ദേവസ്വം ബോർഡിന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഉണ്ട്. അപ്പോ ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ മെമ്പർ CPIMന്റെ പ്രതിനിധിയായിരുന്ന ശ്രീ കുമാരൻ അതിനകത്ത് ഭാഗമായിരുന്നു. 2, ഈ വാജിവാഹനം കൈമാറുന്ന സമയത്ത് ഈ ഇപ്പോഴും ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുന്ന ശ്രീ K. രാഘവൻ അതിനകത്ത് ഭാഗമായിരുന്നു. അദ്ദേഹം പറഞ്ഞ കല്ലുവെച്ചെന്നോണ പിന്നെ പൊളിഞ്ഞു പോയില്ലേ? ഞാൻ ആ ചടങ്ങിൽ പങ്കെടുത്തിട്ട് പോലും ഇല്ല എന്നുള്ളത് പിന്നീട് അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കള്ളം പറഞ്ഞത്. അപ്പൊ ആയിക്കോട്ടെ, റിപ്പോർട്ടർ പുറത്തുവിട്ടു, റിപ്പോർട്ടറിന് അതിന് ക്രെഡിറ്റ് ചെയ്യാൻ തരികയാണ്. റിപ്പോർട്ടർ ഉൾപ്പെടെ അത് പുറത്തുവിട്ടപ്പോ ഈ K. രാഘവൻ പച്ച കള്ളം പറഞ്ഞത് മനസ്സിലായില്ലേ?
എന്തിനാ ഈ CPM-ന്റെ പ്രതികൾ ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒളിക്കാനൊന്നും. അജയ് തൊറയിലിനോട് ചോദിച്ചല്ലോ, നിങ്ങളുടെ പ്രതികൾ ഒട്ടേറെ വിമർശനാത്മകമായി പല ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അജയ് തറയിലോട് ചോദിച്ചല്ലോ. അജയ് തറയിൽ പറഞ്ഞ വാക്കിൽ ഏതെങ്കിലും ഒന്ന് തെറ്റായിട്ട് വന്നോ, കള്ളമായിട്ട് വന്നോ? പക്ഷെ CPM-ന്റെ പ്രതികളോട് ചോദ്യം ഉന്നയിക്കുമ്പോഴെല്ലാം അതിൽ ഞാൻ പങ്കെടുത്തില്ല, ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത്. പിന്നെ PK ഗോപന്റെ വാദം എന്താ? ആ ദേവസ്വം ബോർഡിന്റെ അതേ മിനിറ്റിൽ ഇനിയിപ്പോ വാദത്തിന് വേണ്ടി അന്നത്തെ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അങ്ങനെ കോൺഗ്രസ് പ്രതികൾ എടുക്കുന്ന എല്ലാ തീരുമാനത്തെയും അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണോ CPM പ്രതിനിധി അയച്ചത്? അതെന്തൊരു മര്യാദയാണ്, എന്തൊരു വാദമാണ്, എന്തൊരു നിരർത്ഥകമായിട്ടുള്ള വാദകമാണ്. ആ ദേവസ്വം ബോർഡ് ഇദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട കാര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഹൈക്കോടതി അറിയിച്ചില്ല? എന്തുകൊണ്ട് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞില്ല? എന്തുകൊണ്ട് ദേവസ്വം വകുപ്പിനെ അയച്ചില്ല? അപ്പൊ ഇതിന്റെ എല്ലാം ഭാഗമായിരുന്നു. പക്ഷെ ഇപ്പൊ ചെയ്തത് എന്താ? ഈ ക്ഷേത്രക്കൊള്ള ഒന്ന് സമീകരിക്കാൻ കഴിയുമോ? ഞങ്ങൾ മാത്രമല്ല, ഞാൻ മാത്രമല്ല, അതാ അവനും എന്ന് ജഗദീഷ് പറഞ്ഞൊരു ഡയലോഗ് പോലെ ഒന്ന് അതിൽ കൂടി ഒന്ന് കുടുക്കി ഈ വീടുകളിൽ കയറി ഈ പച്ചക്കള്ളം പറയുമ്പോ അതിന്റെ കൂടെ ദാ കോൺഗ്രസും ഉണ്ടായിരുന്നു എന്നൊന്ന് വരുത്തി തീർക്കാൻ കഴിയുമെന്ന് വയ്ക്കുന്ന പൊളിഞ്ഞ പാളീസായ സ്ക്രിപ്റ്റാണ്. പൊളിഞ്ഞു പാളീസായ സ്ക്രിപ്റ്റ്. പൊളിഞ്ഞു പാളീസായെന്ന് പറയാൻ സാധിക്കും രാജു പി നായർ. ആ കേസിൽ അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഞാൻ പറഞ്ഞുതരാം. അന്വേഷണം നടക്കട്ടെ, SIT പറഞ്ഞ അന്വേഷണം നടക്കട്ടെ. പക്ഷെ അതിനു മുമ്പ് തന്നെ വാർത്തകൾ നിങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടല്ലോ. ഹൈക്കോടതിയുടെ അന്വേഷണ കമ്മീഷണർ സാന്നിധ്യത്തിൽ എല്ലാ ആഴ്ചയും അതിനകത്ത് റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഏറ്റവും കൃത്യമായിട്ട് അത് നടത്തി എന്നുള്ളതും അതിന്റെ അവസാനം വാജിവാഹനം തന്ത്രിക്ക് കൈമാറി എന്നുള്ളത് ഹൈക്കോടതി കമ്മീഷണർ റിപ്പോർട്ടിലുണ്ട്, അന്വേഷണ കമ്മീഷണർ റിപ്പോർട്ടിലുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് കോടതി ശ്ലാഘിക്കുകയും ചെയ്തു. ഇനി ഹൈക്കോടതി നാളെ ഈ കേസ് അന്വേഷിക്കട്ടെ, ഒരു സംശയം വേണ്ട, അന്വേഷിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ, തുറങ്കിലടക്കട്ടെ. ഞങ്ങൾക്ക് എവിടെ പേടി? അന്വേഷണ കമ്മീഷണർ നിന്ന് ആഴ്ചക്കാഴ്ചക്ക് റിപ്പോർട്ട് കൊടുത്തു. ഇവിടെ ചോദ്യം അതല്ല. ചോദ്യം നിങ്ങൾ ഇപ്പൊ എന്തായാലും വാജികാനം വെച്ച് സമീകരിച്ചപ്പോ എന്തുകൊണ്ടാണ് 2019 നടന്ന അട്ടിമറിയിൽ ഹൈക്കോടതിയെ ഈ വിവരം അറിയിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ അന്വേഷണ കമ്മീഷണർ സാന്നിധ്യത്തിൽ ഈ പ്രവർത്തനം നടത്താഞ്ഞത്? എന്തുകൊണ്ടാണ് ഹൈക്കോടതി തന്നെ പറഞ്ഞ രീതിയിൽ 2019 മാത്രമല്ല 2024 ജൂലൈയിലും പിന്നെ അതിനുശേഷവും ഈ മണ്ഡലകാലം അടുക്കാൻ പോകുന്നുള്ള വ്യാജമായിട്ടുള്ള ഒരു തിടുക്കമുണ്ടാക്കി ഇത് ചെന്നൈയിലേക്ക് കൊടുത്തുവിടാനുള്ള ശുഷ്കാന്തി കാണിച്ചത്? എന്തുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞ 2 തവണ പറഞ്ഞ PS പ്രശാന്തിന്റെ കാലത്ത് ഈ 2019 ക്രമക്കേട് മറച്ചു വെക്കാൻ വേണ്ടി വീണ്ടും ശ്രമം നടന്നു എന്ന് ഹൈക്കോടതി 2 തവണ പറഞ്ഞ PS പ്രശാന്തിനെ ചോദ്യം ചെയ്തിട്ട് എന്തുകൊണ്ട് തുടർ നടപടിയില്ല? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോവോ? ഈ നിങ്ങൾ പറയുന്ന ഭാവനാ സൃഷ്ടിക്കപ്പുറം ഹൈക്കോടതി 10 ഉത്തരവുകൾ പറഞ്ഞിരിക്കല്ലേ? PS പ്രശാന്തിനെ സംബന്ധിച്ച് 2 പ്രാവശ്യം പറഞ്ഞിരിക്കില്ല. എന്തുകൊണ്ട് PS പ്രശാന്തിന്റെ കാലം അറിയുന്നില്ല? നിങ്ങൾ വിളിച്ചു ചൊല്ലി റിപ്പോർട്ടർ ഉൾപ്പെടെ അടൂർ പ്രകാശ് മൊഴിയെടുക്കാൻ കത്ത് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലോ. 1 മാസം കഴിഞ്ഞല്ലോ, ഇതുവരെ അവിടെ SIT അയച്ച കത്ത് അടൂർ പ്രകാശിന്റെ വീട്ടിലെത്തിയില്ല. നിങ്ങൾ വിളിച്ചു പറഞ്ഞ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോയി. പക്ഷെ അതേസമയം ആ കടകംപള്ളി സുരേന്ദ്രനെയും അതുപോലെ തന്നെ PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തത് മറച്ചു വെച്ചു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് മറുപടി CPM പ്രതിനിധി പറയുന്നതാണ്. ഞാനൊന്ന് രാജ്യത്തെ അതിഥികളിലേക്ക് പോയിടാം. താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഒരു ഭാഗം ഞാൻ മനസ്സിലാക്കുന്നത് PS പ്രശാന്തിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല. പക്ഷെ അപ്പോഴും എൻ്റെ അടിസ്ഥാന ചോദ്യം അവിടെ അവശേഷിക്കുന്നു. SIT-യുടെ നീക്കത്തെ താങ്കൾ ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നത്? സമ്മർദ്ദമുണ്ടോ ഇല്ലയോ? ഹൈക്കോടതി പറയുന്നു SIT-യുടെ നീക്കത്തിൽ തൃപ്തിയുണ്ട്. KC വേണുഗോപാൽ പറയുന്നു SIT-യുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നു, SIT-യുടെ പോക്ക് ശരിയല്ല. അത് K മുരളീധരനും പങ്കുവയ്ക്കുന്നു. താങ്കളുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ഹൈക്കോടതിയുടെ നിലപാടിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ, അതല്ല ഹൈക്കോടതിയുടെ നിലപാടിനെ മറികടന്ന് താങ്കളുടെ നിലപാട് താങ്കൾക്കുണ്ടോ? SIT-യുടെ മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ പത്മകുമാറിനെ വരെ ചോദ്യം ചെയ്തു. നിങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയ പത്മകുമാർ പറഞ്ഞ എന്താ? കടകംപള്ളി സുരേന്ദ്രനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് എന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ലേ? എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചോദ്യം ചെയ്യലുണ്ടായില്ല? എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ 2 പേരെ PS പ്രശാന്തിനെയും കടകംപള്ളി സുരേന്ദ്രനെയും അവിടെ ചോദ്യം ചെയ്ത് മറച്ചു വെച്ചു? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രനെ ഞാൻ വ്യക്തിപരമായി തൽക്കാലം മാറ്റി നിർത്തും. PS പ്രശാന്തിനെതിരെ കോടതിയുടെ 2 ഉത്തരവുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് PS പ്രശാന്തിനെ തുടർ നടപടികൾ അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ശരി, ഞാൻ ഒന്ന് മധുമണിമലയിലേക്ക് പോകാം. ശ്രീ മധുമണിമല, തന്ത്രിയുടെ വീട് ഒഴിവാക്കിക്കൊണ്ടാണ് ED-യുടെ റെയ്ഡ്. താങ്കൾക്കതിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ? തന്ത്രിയുടെ ഒരു ബന്ധു BJP എന്ന പാർട്ടിയുടെ സംസ്ഥാനത്തെ ഒരു ഭാരവാഹി കൂടിയാണ്.
CBI അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്, അത് പ്രതിപക്ഷവും ആവശ്യപ്പെടുന്നുണ്ട്, BJP ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. തന്ത്രി പ്രതിയായി വളരെ പെട്ടെന്ന് EDയുടെ നീക്കം നമ്മൾ കാണുന്നു. 21 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുമ്പോൾ തന്ത്രിയുടെ വീട്ടിൽ മാത്രം റെയ്ഡില്ല. ഈ കേസിൽ ഏറ്റവും നിർണായക സ്ഥാനത്ത് നിൽക്കുന്നതായി താങ്കൾ തന്നെ പറയുന്ന തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കാതെ പോകുന്നതിൽ ഒരു അസ്വാഭാവികതയുണ്ടോ? അതൊന്ന്. രണ്ട്, ഇന്ന് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് താങ്കൾ പലതവണ ആരോപിച്ച ഈ വാജി വാഹനത്തിന്റെ കൈമാറ്റം അത് ഹൈക്കോടതിയെ യഥാവിധി അന്നത്തെ അഭിഭാഷക കമ്മീഷണറായ ASP കുറുപ്പ് അറിയിച്ചിരുന്നുവെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിക്ക് അറിവുള്ള ഒരു വിഷയത്തിൽ തന്ത്രിയെ പ്രതിസ്ഥാനത്ത് വീണ്ടും കൊണ്ടുവരുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്നുള്ളതാണ്. രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള മറുപടി. അരുൺ, SITയുടെ അന്വേഷണത്തിൽ 101% എനിക്ക് വിശ്വാസമുണ്ട്. കാരണം SITക്ക് മൊഴി കൊടുക്കാൻ ഞാൻ ഇഞ്ചക്കൽ പോയിരുന്ന. ഈ മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല. ഒരു സാധാരണ പോലീസ് സ്റ്റേഷനിലെ SHOയ്ക്കുള്ള സൗകര്യങ്ങൾ പോലും ഇത്ര വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന SIT ടീമിനില്ല. ഈഞ്ചക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ ഹൈവേയിൽ നിന്നും ഉള്ളിലോട്ട് മാറി ഒരു ഭാർഗവി നിലയം പോലൊരു കെട്ടിടത്തിലാണ് SIT ടീം പ്രവർത്തിക്കുന്നത്. ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ ഒരു പഴയ കെട്ടിടം. ഇപ്പോൾ പുതിയ കെട്ടിടം പടുതൊട്ടിരിക്കുകയാണ്, അങ്ങോട്ട് മാറുമെന്ന് പറഞ്ഞു. ഒരു ടോയ്ലറ്റ് സൗകര്യം പോലും അവിടെ ഇല്ല. ആകപ്പാടെ SIT ടീം പ്രവർത്തിക്കുന്നത് ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റിൻ്റെ ചീഫ് ബിജോയ് സാറിൻ്റെ, അദ്ദേഹം ദേവസ്വം വിജിലൻസ് SP ആയിരുന്നു. ചങ്ങനാശ്ശേരി SI ആയിരിക്കുന്ന കാലം തൊട്ടേ എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹം ഇരിക്കുന്ന കസേരയ്ക്ക് നേരെ എതിർവശം ഒരു കസേരയുണ്ട്. ആ കസേരയാണ് SIT ടീമിൻ്റെ SP ശശിധരൻ സാർ ഇരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീം ഊണും ഉറക്കവും ഇല്ലാതെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമില്ലാതെ അത്രമേൽ കഷ്ടപ്പെട്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ശശിധരൻ സാറിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ യാതൊരുവിധ സമ്മർദ്ദത്തിനും പ്രലോഭനത്തിനും ഒന്നും വഴങ്ങുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് കേസ് അന്വേഷിക്കും. ഒരാൾ പോലും രക്ഷപ്പെടത്തില്ല എന്ന കാര്യത്തിൽ 101% എനിക്ക് ഉറപ്പുണ്ട്. ഹൈക്കോടതിയുടെ നിരീക്ഷണം പൂർണ്ണമായിട്ട് ശരിയാണ്. ഹൈക്കോടതി വിശ്വസിച്ചാണ് SIT ടീമിനെ ഏൽപ്പിച്ചത്. അവരത് കൃത്യമായിട്ട് നിങ്ങൾ സമയം കൊടുക്കണം. അവർക്ക് ഒട്ടേറെ പരിമിതികളുണ്ട്. അദ്ദേഹം ഒന്ന് ഫോൺ ചെയ്യുന്നത് പോലും അവിടുന്ന്, അതായത് ഈ ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് SP-യുടെ റൂമിൽ നിന്നും ഇറങ്ങി പുറത്തു പോയി തെങ്ങും തോട്ടത്തിൽ നിന്നാണ് ഒന്ന് ഫോൺ ചെയ്യുന്നത്, രഹസ്യമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ. അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സൗകര്യമില്ലാത്ത സൗകര്യത്തിൽ എങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റും? ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് അവർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ, തന്ത്രി അറസ്റ്റിലായപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിവിധ സംഘടനകളും സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാർ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവർ വ്യാപകമായിട്ട് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഇടുക്കി ജില്ലയുടെ പ്രഭാരിയാണ്. നാരായണൻ നമ്പൂതിരി എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സ്വന്തം അളിയനെ രക്ഷിച്ചെടുക്കാൻ വ്യാപകമായ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. എല്ലാവരോടും ഞാൻ സമദൂരമാണ് പുലർത്തുന്നത്. പക്ഷേ ഞാനിവിടെ രാഷ്ട്രീയം പറയല്ല. തന്ത്രിയെ രക്ഷിച്ചെടുക്കേണ്ടത് ചില ആൾക്കാരുടെ ആവശ്യമാണ്. അതിനുവേണ്ടി വ്യാപകമായ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ അങ്ങോട്ടേക്കാണ് കോൺഗ്രസ്സുകാർ CPM-നെ കുറ്റം പറയും, CPM-കാർ കോൺഗ്രസിനെ കുറ്റം പറയും. ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രധാന പ്രതി തന്ത്രിയാണെന്ന് പറയാൻ കാര്യം, ഈ ദേവപ്രശ്നം നടക്കുമ്പോൾ ശബരിമലയിലെ കൊടിമരത്തിൻ്റെ അടിവശത്ത് കുശുത്തുപോയി ക്രിമികീടങ്ങളുണ്ടായി. അത് ഭഗവാന് അനിഷ്ടത്തിന് കാരണമാണ്. ഭക്തജനങ്ങൾക്ക് ഇതുണ്ടാകും, ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് എല്ലാവർക്കും നാശം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അടിയന്തരമായിട്ട് മാറ്റണമെന്നാണ് അന്നത്തെ ദേവപ്രശ്ന വിധിയിൽ പറഞ്ഞത്. ഈ ദേവപ്രശ്ന വിധിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഇത് തടിയാണെന്ന് പോലും കണ്ടെത്താൻ അവർക്ക്, തടിയല്ല കോൺക്രീറ്റ് ആണെന്ന് പോലും അവർ കണ്ടെത്തിയില്ല. ഇത് തടിയാണെന്നുള്ള നിഗമനത്തിലാണ് ഇവർ ഇതെല്ലാം പറഞ്ഞത്. അന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, എഴിക്കോട് ശശി നമ്പൂതിരി പറഞ്ഞു ഇത് 1970-ലാണ് സ്ഥാപിച്ചത്, ഞാനതിൽ പങ്കെടുത്താണ്, ഇത് കോൺക്രീറ്റ് ആണ്. അപ്പം രാജീവ് തന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ മിണ്ടായി, നിങ്ങൾക്ക് എന്തറിയാം, നിങ്ങൾ മിണ്ടായിരിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ ശാസിച്ചു. അദ്ദേഹം പിന്നെ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് ഈ കൊടിമരം പൊളിക്കുന്ന സമയത്താണ് ഇത് കോൺക്രീറ്റ് ആണെന്ന് അറിയുന്നത്. ഇടിച്ചു പൊട്ടിച്ചിട്ട് പൊട്ടത്തില്ല, അത്ര കാഠിന്യമേറിയ ഇതായിരുന്നു. അതിനകത്ത് അജയ് തറയിൽ പറഞ്ഞ പോലെ അതിനകത്ത് യാതൊരു പ്രശ്നമില്ല, അതിനകത്ത് കുശുത്തിട്ടുമില്ല, അതിനകത്ത് കോൺക്രീറ്റ് അടന്നു പോയിട്ടുള്ള ഒന്നുമില്ല. രാത്രി ഇടിച്ചു പൊളിച്ച് എത്ര ദിവസം അല്ല എത്ര പണിക്കാരെന്ന് പണിതിട്ടാണ് അത് രാത്രി മുഴുവൻ ഇടിച്ചു പൊളിച്ച് കഷ്ണങ്ങളാക്കി അത് ചാക്കിൽ കെട്ടി ട്രാക്ടറിൽ കൊണ്ടുവന്ന് പമ്പയിലെ ആറാട്ട് കടവിലാണ് നിമഞ്ജനം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ആകെപ്പാടെ തടിയെന്ന് പറഞ്ഞാൽ ദണ്ട് മാത്രമേ ഉള്ളൂ, കൊടി കയറ്റുന്ന ദണ്ട് മാത്രമേ ഉള്ളൂ. അതിനകത്ത് തടിയെന്ന് പറയാം. അത്
ചിത കൂട്ടി സംസ്കരിക്കാനായിട്ട് തീരുമാനിച്ചത് എവിടെ? ഭസ്മക്കുളത്തിൻ്റെ എവിടെയാണ്. അപ്പോൾ ASP കുറിപ്പ് പറഞ്ഞത് അവിടെ അല്ല, ഇത് കറക്റ്റ് തെക്ക് ഭാഗത്താണ്, തന്ത്രി മഠത്തിന് തൊട്ടപ്പുറയാണ് സംസ്കരിക്കേണ്ടത്, പിന്നെ അവിടെയാണ് സംസ്കരിച്ചത്. ചിത വരെ അവർ കൂട്ടി. കാരണം ഇവർക്ക് എല്ലാവരും ഇവർ വിചാരിച്ചിരുന്നത് ഇത് തടിയാണെന്നാണ് വിചാരിച്ചിരുന്നത്. ഇവർക്കിത് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ശബരിമലത്തെ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയ അവസ്ഥയിലാണ്. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ 1998 മുതൽ 2026 വരെയുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കണം. ഏത് രാഷ്ട്രീയക്കാർ ദേവസ്വം ബോർഡ് ഭരിച്ചാലും അത് വിശദമായിട്ട് വിവരങ്ങൾ അന്വേഷിക്കണം. കാരണം വിജയമല്ലയ്യ ശബരിമലയിൽ സ്വർണം പൂശിത അന്ന് 1998 ആ വിജയമല്ലയ്യ വന്നപ്പോൾ തൊട്ട് ഇതിൻ്റെ പണികൾ നടക്കുന്നിടത്ത്, കുംഭാഭിഷേകം നടക്കുന്നിടത്ത് ഞാൻ സന്നിധാനത്തുണ്ടായിരുന്നു. ഞാൻ ഇതിനെല്ലാം സാക്ഷിയാണ്. അത് ഇപ്പോഴത്തെ ഈ സമയത്ത് ഈ അന്വേഷണം മരവിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അന്വേഷണം വഴിതിരിച്ചു വിടാൻ ഒരു വ്യാപകമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എവിടെ നിന്നുള്ള നിങ്ങൾ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർ ചിന്തിക്കുക. ഇതിൻ്റെ അകത്ത് തന്ത്രിയിലേക്ക് തന്നെയാണ് അന്വേഷണം കേന്ദ്രീകരിക്കേണ്ടത്. തന്ത്രി അറിയാതെ ശബരിമല സന്നിധാനം ഒരു മുട്ടുസൂചി പോലും പുറത്തു പോവില്ല. ശ്രീകോവിലിൽ ഒരാൾക്ക് തൊടാൻ പറ്റില്ല. കാരണം വളഞ്ഞ വഴിയിലാണ് അദ്ദേഹം ശബരിമലത്തെ മുഖ്യതന്ത്രിസ്ഥാനം കരസ്ഥമാക്കി. അദ്ദേഹം മുഖ്യതന്ത്രിയല്ല. ശബരിമലത്തെ മുഖ്യതന്ത്രി എന്ന് പറയുന്നത് കാരായ്മ അവകാശപ്രകാരം താഴമൺ കുടുംബത്തിനാണ്. ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന തന്ത്രി അതാരായാലും അദ്ദേഹമാണ് ആ ശബരിമലത്തെ പൂർണ്ണ അധികാരമുള്ള ആൾ. നമ്മുടെ കുടുംബത്തിലൊരു കാര്യം നടക്കുകയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിക്കും. നമ്മുടെ അച്ഛനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മാവനുണ്ടെങ്കിൽ അവരോട് ആലോചിച്ചിട്ട് അവരുടെ തീരുമാനപ്രകാരം അവരുടെ അഭിപ്രായം കൂടെ കേട്ടാണ് ചെയ്യുന്നത്. ഇത് രാജീവ് തന്ത്രിയെ സംബന്ധിച്ചോളം 2006 ശേഷം അദ്ദേഹം മഹേശ്വര തന്ത്രിക്ക് പ്രായാധികമായി അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാൻ വയ്യാതായപ്പോൾ തൊട്ട് അദ്ദേഹം രാജീവ് തന്ത്രി സ്വയം മുഖ്യതന്ത്രി സ്ഥാനം ചുമലെടുത്തു. തമിഴ്നാട്ടിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കും. ചീഫ് പ്രീസ്റ്റ് ഓഫ് ശബരിമല കണ്ഠര് രാജീവ് തന്ത്രി എന്നാണ് പ്രചാരണം. ശബരിമല ചീഫ് പ്രീസ്റ്റ് ആരായിരുന്നു? മഹേശ്വര തന്ത്രിയായിരുന്നു. അതിനു മുമ്പ് നീലകണ്ഠൻ തന്ത്രിയായിരുന്നു. നീലകണ്ഠൻ തന്ത്രി മരിച്ചു കഴിഞ്ഞിട്ടാണ് മഹേശ്വരൻ തന്ത്രി വന്നത്. മഹേശ്വരൻ തന്ത്രി മരിച്ചു കഴിഞ്ഞ് കണ്ഠര് മോഹനരാണ്. മോഹനര് മരിച്ചു കഴിഞ്ഞാൽ കണ്ഠര് മഹേഷാണ്. മഹേഷിൻ്റെ കാലം കഴിഞ്ഞാൽ മഹേഷിൻ്റെ മക്കളാണ്. അതായത് ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്നയാളാണ്. ഒരിക്കലും കണ്ഠര് രാജീവർക്കോ രാജീവരുടെ മകൻ ബ്രഹ്മദത്തൻ ഉണ്ടാകുന്ന കുട്ടികൾക്കോ ശബരിമലത്തെ മുഖ്യതന്ത്രി സ്ഥാനം കിട്ടത്തില്ല. കാരണം കാരായ്മ അവകാശം 4 കുടുംബങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് അത് 3 കുടുംബങ്ങൾക്കാക്കി മാറ്റി. അത് വ്യക്തമാണ്. എനിക്ക് ഒരു പോയിന്റ് മനസ്സിലാകുന്നത്, അവിടെ അന്ന് കുറിപ്പിന്റെ സാന്നിധ്യത്തിലാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കോൺഗ്രസ് ഇതൊരു പ്രതിരോധം ഉണ്ടാക്കുന്നത്. 2017 അന്വേഷണം നടന്നാൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഹൈക്കോടതി അഭിഭാഷക കമ്മീഷനുടെ മേൽനോട്ടത്തിലല്ലേ കൊടിമരം മാറ്റിയത്, വാജിവാഹനം കൈമാറിയത്, അഷ്ടദിക്പാലകരെ മാറ്റിയത്. അതിലെന്തിനാണ് കോൺഗ്രസ് പ്രതിരോധത്തിലാവുന്നത് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ഇത് ASP കുറിപ്പിനെ ഹൈക്കോടതി വിശ്വസിച്ച് ഒരു ചുമതല ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച ചുമതലകൾ അദ്ദേഹം കൃത്യമായിട്ട് പാലിച്ചിട്ടില്ല എന്ന് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ കഴിയും. കാരണം എനിക്ക് ശബരിമല വോയിസ് എന്നൊരു ശബരിമലയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും ഉൾപ്പെടുത്തിയൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ അദ്ദേഹം മിനിങ്ങാന്ന് അദ്ദേഹം ലെഫ്റ്റായിപ്പോയി. കാരണം അദ്ദേഹത്തിലേക്ക് ആരോപണം വരുന്നു എന്നറിഞ്ഞപ്പോഴാണ് അദ്ദേഹം അത് ലെഫ്റ്റായിപ്പോയത്. അദ്ദേഹം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ ഒരു വിവാദത്തിന് തയ്യാറാകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമല 1998 ശേഷം നിരവധി സ്പെഷ്യൽ കമ്മീഷണർമാർ ശബരിമല സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്, ഹൈക്കോടതിയിൽ നിയോഗിച്ച്. ഈ അടുത്ത കാലത്ത്, അതായത് ഇപ്പോഴത്തെ സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണൻ സാറ് വരുന്നതിന് മുമ്പ് മനോജ് സാറായിരുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ. അന്നാണ് ഈ സാധനങ്ങളെല്ലാം ശബരിമലയിൽ നിന്ന് പോയത്. അദ്ദേഹം എന്തുകൊണ്ട് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തില്ല? കാരണം കോടതി വിശ്വസിച്ചാണ് ഒരാളെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ഏൽപ്പിക്കുന്നത്. ആ ഉത്തരവാദിത്തം ഉള്ളപ്പോൾ അദ്ദേഹം അത് ചെയ്തില്ല എന്നത് അദ്ദേഹത്തിൻ്റെ ചോദിക്കണം. അദ്ദേഹത്തെ കൂടെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണം. അദ്ദേഹം ഇപ്പോൾ കോട്ടയത്തെ ജില്ലാ ജഡ്ജിയാണെന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹത്തെ കൂടെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണം. അദ്ദേഹം സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് പോയിട്ടുള്ളത്. ഹൈക്കോടതി യഥാവിധി ASP കുറിപ്പ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനും എതിരെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ASP കുറിപ്പിന് അദ്ദേഹത്തിനായിട്ട് താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ ഞാനിവിടെ പച്ചയ്ക്ക് പറയുന്നില്ല. അദ്ദേഹത്തിനായിട്ട് താല്പര്യമുണ്ട്. എന്നാണ് എന്റെ അഭിപ്രായം. പ്രധാനപ്പെട്ട ഒരു വാദവുമാണ് ആ അർത്ഥത്തിൽ ASP കുറിപ്പിനെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. 1, 2 പറഞ്ഞോളൂ. ഒരു അര സെക്കൻഡ് കൂടി. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന മനോജ് സാർ അദ്ദേഹത്തെ അന്വേഷണ പരിധി കൊണ്ടുവരണം. എന്തുകൊണ്ട് അദ്ദേഹം ഇതൊക്കെ അറിഞ്ഞിട്ട് അദ്ദേഹം മൗനം ദീക്ഷിച്ചു? അദ്ദേഹം എന്തുകൊണ്ട് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തില്ല? അദ്ദേഹത്തെ കോടതിയല്ലേ ചുമതലപ്പെടുത്തി. ഇപ്പം ഈ ഇത്രയും വലിയ കൊള്ള പുറത്തു വന്ന് എങ്ങനെ ജയകൃഷ്ണൻ സാർ ഒരാൾ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിൽ നിന്നല്ല ഇത് ഇത്രയും കാര്യങ്ങൾ വന്നത്. അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പുറം ലോകം അറിയാമായിരുന്നു. സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വലിയ സപ്പോർട്ടാണ് കിട്ടുന്നത്. അദ്ദേഹം ഒറ്റ ഒരാളാണ്. ശരി,
ടി കെ രാജഗോപാൽ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, EDയുടെ 21 റെയ്ഡ്, പക്ഷേ അതിൽ തന്ത്രി രാജീവ് ഖൻഡയുടെ വീട് ഉൾപ്പെടുന്നില്ല. രണ്ട്, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഹൈക്കോടതി യഥാവിധി അറിയിച്ചുകൊണ്ടാണ് 2017 കൊടിമര മാറ്റവും വാജിവാഹന കൈമാറ്റവും അഷ്ടദീപാലകരുടെ കാര്യങ്ങളുമെല്ലാം നടന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഈ SITയുടെ മേൽ ഒരു സമ്മർദ്ദമുണ്ട് എന്നുള്ളത് കോൺഗ്രസ് ഇപ്പോഴും ഉന്നയിക്കുന്നു. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ടോ? ഇന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞത് ED കൂടി സമാന്തരമായ ഒരു അന്വേഷണം നടത്തുമ്പോൾ അതിൽ രാഷ്ട്രീയ ഇടപെടലുകളുണ്ട്, ചിലരെ രക്ഷിച്ചെടുക്കാനാണെന്ന് കരുതിയാൽ തെറ്റില്ല എന്നാണ്. ശ്രീ രാജഗോപാൽ, അങ്ങ് അങ്ങനെ കരുതുന്നുണ്ടോ? ഇല്ല ഡോക്ടർ, കാരണം എന്ന് വെച്ചാൽ ED അന്വേഷിക്കുന്നത് എന്താണ്? സ്വർണ്ണക്കൊള്ളയല്ലല്ലോ ED അന്വേഷിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുടെ മറവിൽ നടന്നിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സുകള്, കച്ചവടങ്ങള്, ഇത് മറിച്ച് വിൽപ്പനകള്, അല്ലെ, ശബരിമലയിലെ അമൂല്യമായ വസ്തുക്കള്. ഇന്നലെ കോടതി തന്നെയല്ലേ വളരെ കൃത്യമായിട്ട് കോടതി പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് സംശയമുണ്ട്, ഇതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ മാറിയിരിക്കുന്നു. അതായത് ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഒറിജിനൽ പാളികളല്ല, ആ പാളികൾ കടത്തിയിരിക്കാൻ ഞങ്ങൾ സംശയിക്കുന്നു. അത് കോടിക്കണക്കിന് രൂപയ്ക്ക് മറിച്ച് വിറ്റിട്ടുണ്ടാകാം. നേരത്തെ തന്നെ കപൂറിന്റെ കാര്യമൊക്കെ അതാണ് സൂചിപ്പിച്ചത്. അപ്പൊ അങ്ങനെ വരുമ്പോ PMLA ആക്ട് പ്രകാരമുള്ള കേസ് നിലനിൽക്കും. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ്. അപ്പൊ ആരന്വേഷിക്കും? സ്വാഭാവികമായിട്ട് ഇടിക്ക് അന്വേഷിക്കേണ്ടി വരും. അതാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ തന്ത്രിയുടെ വീട്ടിലേക്ക് അന്വേഷണം പോകാതെ EDയുടെ അന്വേഷണം എങ്ങനെയാ പൂർത്തിയാവുക? ഈ കേസിൽ ഇപ്പോൾ മധുമണിമല പറയുന്നതനുസരിച്ച് തന്ത്രിയിലെ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അത് വരും ഡോക്ടറുടെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് അന്വേഷണം തീർന്നിട്ടില്ല. ED ഇന്നിപ്പോ 21 സെന്ററുകളിലല്ലേ കയറിയിട്ടുള്ളൂ. ഇന്നലെ വന്ന ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ് നമ്മൾ കണ്ടില്ലേ? അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇനിയും 5 പേരൂടെ വരാനുണ്ട്, പ്രധാനപ്പെട്ട 5 പേരൂടെ വരാനുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാ ആരൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ ദേവസ്വം ബോർഡിന്റെ പഴയ ഭാരവാഹികളാണോ, പത്മകുമാറിന് ബാസുവിന് ശേഷമുള്ള ഭാരവാഹികളൊക്കെ അതിനകത്ത് വരുമോ? പ്രശാന്ത് വരെയുള്ള ആളുകളാണോ? അതല്ലാതെ അതിന് പുറത്തുള്ള ആളുകളൊക്കെ വരുമോ? അതല്ലാതെ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ആളുകളൊക്കെ ഇതിലേക്ക് കയറി വരുമോ? ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ വരുമ്പോ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളോട് ഇതിനകത്തിൽ വരാനുണ്ട്. അതേപോലെ തന്നെ ശങ്കരദാസിന്റെ മൊഴി എടുത്തിട്ടില്ല, വിജയകുമാറിന്റെ വീട്ടില് ED അന്വേഷണം നടന്നിട്ടില്ല. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ കുറെ ലിസ്റ്റാണ്. എനിക്ക് തോന്നുന്നത് ഇത് 1ാം ഘട്ട അന്വേഷണമാണെന്ന് തോന്നുന്നു EDയുടേത്. കാരണം അവർ വളരെ കൃത്യമായിട്ട് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഈ പത്തനംതിട്ട, ശബരിമല ഇത്തരം കാര്യങ്ങളെ വെച്ച് വരുമ്പോഴേ EDക്ക് വളരെ കൃത്യമായ അന്വേഷണങ്ങളുണ്ട്, അവർക്ക് അതിനുള്ള സംവിധാനങ്ങളും ഉണ്ട്. ഇതിപ്പോ ഈ വലിയ കൊള്ള നടന്നു എന്ന് അറിഞ്ഞ ഉടൻ തന്നെ IB അന്വേഷിച്ചിരുന്നു. നമ്മൾക്ക് ചില വിവരങ്ങളൊക്കെ അത് കിട്ടിയല്ലോ. IB കൃത്യമായിട്ട് അത് അന്വേഷിച്ചിരുന്നു. IB അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് പത്തനംതിട്ട കേന്ദ്രീകരിച്ച് നടന്നിരുന്ന വലിയ വസ്തു കച്ചവടം, പണത്തിൻ്റെതായ പങ്കാളിത്തങ്ങള്, അതിന്റെ കള്ളപ്പണ പരിപാടികള്. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്ര മണിക്കൂറായിട്ട് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത്. ഒരുപാട് ഈ സ്വർണ്ണക്കൊള്ള മാത്രമല്ല അവിടെ അന്വേഷിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയല്ല പ്രധാനമായിട്ട് അന്വേഷിക്കുന്നത്. ഈ ശബരിമലയിൽ വിശ്വാസത്തിന്റെ പേരിൽ ഒരുപാട് പണം വന്നിട്ടുണ്ട്. അത് ലക്ഷങ്ങളുണ്ട്, കോടികളുണ്ട്. അപ്പൊ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനായിട്ട് എന്തെല്ലാം സ്പോൺസർമാരാണ് വന്നിരിക്കുന്നത് നോക്കുക. അവരെല്ലാം വലിയ കോടിക്കണക്കിന് രൂപയാണ് മുടക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറിച്ച് വിൽപ്പനകള്, തട്ടിപ്പുകള്, ഇത്തരം കാര്യങ്ങളുടെ ഫയലുകളെല്ലാം എടുക്കണം. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് ഫയലുകളെല്ലാം എടുത്തെങ്കിലേ പറ്റുള്ളൂ. താങ്കൾ കരുതുന്നത് 2ാം ഘട്ടത്തിൽ തന്ത്രിയിലേക്ക് എത്തുമെന്നാണ്. എനിക്ക് ഒറ്റ ചോദ്യത്തിനൂടെ മറുപടി വേണം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കോടതിയുടെ വിധി ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് ASP കുരുപ്പ് അഭിഭാഷക കമ്മീഷണർ കോടതിയെ യഥാവിധി കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. അജയ് തറയിലിനെതിരെയോ ഈ പ്രയാർ ഗോപാലകൃഷ്ണനെതിരെയോ ആരോപണം ഉന്നയിക്കുന്നതിൽ എന്ത് സാങ്കത്യം? എല്ലാം കോടതി അറിയിച്ചിരുന്നതല്ലേ, വാജിവാഹന കൈമാറ്റം നടക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ. പക്ഷെ അപ്പോഴും 2012 ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് അങ്ങനെയൊരു കൈമാറ്റം നടന്നിരുന്നത് എന്നതിന് ഇനി എന്തെങ്കിലും പ്രസക്തിയുണ്ടോ ശ്രീ രാജഗോപാൽ? തീർച്ചയായിട്ടും ഉണ്ട്. ബഹുമാനപ്പെട്ട കോടതിയെ സംബന്ധിച്ചിടത്തോളം അഡ്വക്കേറ്റ് കമ്മീഷണർ കൊടുക്കുന്ന റിപ്പോർട്ട് അവരങ്ങ് അംഗീകരിക്കും. അതാണ് അതിനകത്ത് സംഭവിക്കുന്നത്. പക്ഷേ അദ്ദേഹം കൊടുത്ത ഫൈനൽ റിപ്പോർട്ടിനകത്ത് ഒരു വാചകം വരുന്നുണ്ട്. അതിന്റെ 15ാം ഖണ്ഡികയിൽ ഒരു വാചകം വരുന്നുണ്ട്. അതായത് 2017 ആദ്യ മാസങ്ങളിൽ തന്നെ എനിക്ക് ഇതിന്റെ സ്പോൺസറായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാളിനെ ശ്രീരാംപുരയിൽ നിന്ന് കിട്ടി. അദ്ദേഹത്തിന്റെ അഡ്രസ്സൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ആ 15ാം പാരഗ്രാഫിന്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അത് ശ്രീരാംപുരയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാളിനോട് ഒരു ശില്പിയാണ് അദ്ദേഹത്തിന് ശുപാർശ ചെയ്ത് കൊടുത്തത്. ഇങ്ങനെ ഒരാളുണ്ട് ബാംഗ്ലൂരിൽ, അദ്ദേഹത്തെ ചെന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചാൽ മതി എന്ന്. അപ്പൊ ഇദ്ദേഹം ഈ ASP കുറിപ്പ് കോണ്ടാക്ട് ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്നത്. കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇദ്ദേഹം ഒരു മെയിൽ അയച്ചു.
ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ തന്നെ, അതായത് ഇപ്പോൾ കേസിൽ പെട്ടിരിക്കുന്ന എൻ വാസു, ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെ കയ്യില് അദ്ദേഹത്തിന് ഒരു മെയിലായിരുന്നു ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി. അതാണല്ലോ കേസിന്റെ തുടക്കം വരുന്നത്. അതായത് എന്റെ കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ട്, ശബരിമലയിലെ സ്വർണ്ണമാണ്, അപ്പോൾ താങ്കൾ കൈവശം ആർക്കെങ്കിലും കല്യാണത്തിന് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുള്ള മെയില്. അതിനു മുമ്പ് തന്നെ ASP കുറുപ്പൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇഡിയുടെ റെയ്ഡ് നടന്നത്, പക്ഷേ തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടന്നില്ല. ഇതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇഡിയുടെ ഇടപെടലെന്ന് CPM പ്രതിരോധം ശ്രമിക്കുമ്പോൾ BJPയുടെ സാന്നിധ്യം കൊണ്ടാണ് ഇത് നടക്കാത്തതെന്ന് വിമർശനവും ഉണ്ടാവുന്നു. ഈ തന്ത്രി രാജീവ് ഖണ്ഡയുടെ വീട്ടിലെ ഇഡി റെയ്ഡ്. നമുക്കിപ്പം മഹേഷ് പണിക്കർ കൂടി ചേരുന്നുണ്ട്. മഹേഷ് പണിക്കർ, 2 ചോദ്യങ്ങളാണ്. ഒന്ന്, തന്ത്രി രാജീവ് ഖണ്ഡയുടെ വീട്ടിൽ ഇഡി റെയ്ഡ് നടന്നിട്ടില്ല. അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? കാരണം ഈ സ്വർണ്ണക്കൊള്ളയുടെയും അതിന് തൊട്ടുമുമ്പുള്ള കൊടിമരക്കൊള്ളയുടെയും ഒക്കെ സൂത്രധാരനാണ് തന്ത്രി രാജീവ് ഖണ്ഡയെങ്കിൽ SITയുടെ അന്വേഷണത്തിൽ 13ാം സ്ഥാനത്ത് പ്രതിചേർക്കപ്പെട്ട തന്ത്രി രാജീവ് ഖണ്ഡയെ ഇഡി ചോദ്യം ചെയ്യേണ്ടതല്ലേ? അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത്, ഈ കുറുപ്പ്, അഭിഭാഷക കമ്മീഷണറായ കുറുപ്പ് ഹൈക്കോടതിയിൽ 2017 കൊടിമര കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്ന് ധ്വജപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ യഥാവിധി ധരിപ്പിച്ചതാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളെ, അന്നത്തെ ദേവസ്വം ഭരണ സമിതിയെ സംശയിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അത് ആക്ച്വലി അത് അനുവാദവും അനുമതിയും അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുവാദം മേടിച്ചിട്ടോ അനുമതി മേടിച്ചിട്ടോ അല്ല ഈ പറഞ്ഞ വാജിവാഹനം കൈമാറിയിരിക്കുന്നത്. ആ കൈമാറ്റം കഴിഞ്ഞ് 17 ദിവസം കഴിഞ്ഞ് ഹൈക്കോടതിയെ അറിയിച്ചു. സമാനമായ കേസല്ലേ ഇപ്പൊ പ്രശാന്ത് ചെയ്ത് ഇപ്പൊ ഈ സാധനം ഇളക്കിയെടുത്തു, ധാരാളം ഇളക്കി 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ജയകൃഷ്ണൻ സാർ ഇത് കോടതിയെ അറിയിച്ചു. അപ്പൊ കോടതി എന്താ കേസെടുത്തു, പിന്നെ അവിടെ പോയി ലേലുവല്ലു എന്നും പറഞ്ഞ് മാപ്പരന്നു. ഇപ്പൊ SITയുടെ മറ്റേ ഈ പറഞ്ഞ അഡ്വക്കേറ്റ് കമ്മീഷന്റെ കേസിൽ ഇപ്പൊ അറിഞ്ഞു. ഇനിയിപ്പോ അദ്ദേഹം ഇനിയും ചെന്ന് ലേലുവല്ലു എന്നും പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി മാപ്പ് പറയും. അതാണ് കാര്യം. അന്നേരം അറിഞ്ഞിട്ടില്ലല്ലോ. അന്നേരം ഈ പ്രശ്നം അറിഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് അറിയിക്കുന്നതല്ലല്ലോ അനുമതി. അപ്പം ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്, ഇത് കൊടുത്ത് വളരെ താന്ത്രികപരമായിട്ടും ആചാരപരമായിട്ടും എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. കാര്യം അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞാൻ ഈ കർമ്മത്തിൽ തന്നെ, എന്റെ തലമുറകളായിട്ട് വിശ്വർമരാണ്. നമ്മളും ഈ തന്ത്രസംശയവും അങ്ങനത്തെ ഗ്രന്ഥങ്ങളൊക്കെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവർ ഈ പറയുന്ന നിയമം പക്ക ഈ ഒരു കൊടിമരത്തിൽ അപ്ലൈ ചെയ്യുന്ന സാധനമല്ല. ഇത് എൻറ്റയർലി വേറൊരു കോൺടെസ്റ്റ് ഉള്ള സാധനം എടുത്തിട്ട് ഇവിടെ കൊണ്ട് അപ്ലൈ ചെയ്യുകയാണ്. ഈ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും മെയിൻ കാര്യം, ഇതിന് കേടുപാട് സംഭവിച്ചിട്ടില്ല. ഇവർ ഈ പറയുന്ന എല്ലാ നിയമങ്ങളിലുള്ള സാധനങ്ങളും കേടുപാടുകൾ സംഭവിച്ച വിഗ്രഹങ്ങൾക്കാണ്. ഈ പറയുന്ന നിയമം എടുക്കാൻ പാടില്ല, എടുത്താൽ പോലും കേടുപാടുകൾ സംഭവിക്കാത്ത ഈ വിഗ്രഹം മാറ്റാൻ യാതൊരു നിയമവും ഇല്ല. ഇത് തന്ത്രസംശയം എന്ന് പറഞ്ഞാൽ വെറും 500 കൊല്ലം പഴക്കമുള്ള ചേനാസ് നമ്മുടെ ഗുരുവായൂർ തന്ത്രി ചെയ്ത ഒരു ഗ്രന്ഥമാണ്. അതൊരു യഥാർത്ഥ ഗ്രന്ഥമല്ല. അന്നേരം നിലനിന്നിരുന്ന മറ്റ് ഇതിലുള്ള മധുര മീനാക്ഷിയൊക്കെ ക്ഷേത്രങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന മയമതം, മാനസാരം, അപരാജിത പൃച്ഛ, കാശ്യപ ശില്പശാസ്ത്രം, അതുപോലെ ഈശാന ഗുരുദേവ പദ്ധതി, അങ്ങനത്തെ അനേകായിരം ഗ്രന്ഥങ്ങളുണ്ട്. ഇത്തരം ഇന്ത്യയിലെ മഹാക്ഷേത്രങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്ന ഈ മൂലഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഒരു കൈപ്പുസ്തകം എന്നൊക്കെ പറയാം, അല്ലെ ഒരു കൊച്ചു പുസ്തകം എന്ന് പറയാം. അപ്പൊ ഈ കൊച്ചു പുസ്തകത്തിന്റെ സ്ഥാനം വെച്ചുകൊണ്ട് ഈ ഒരു സാധനത്തിന്, ഈ ഒരു ശാസ്ത്രത്തെ അങ്ങനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ മൂലഗ്രന്ഥങ്ങളിലൊന്നും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ തന്ത്രസമാജത്തെയോ അല്ലെങ്കിൽ ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആരെ വേണേലും വെല്ലുവിളിക്കുകയാണ്. ഒരു മൂലഗ്രന്ഥത്തിലും, ഈ മയമതം പോലെയൊക്കെയുള്ള വിശാലമായ ഒരു മൂലഗ്രന്ഥത്തിലും ഈ പറഞ്ഞ ലോഹമാണെങ്കിലോ ശിലയാണെങ്കിലോ അല്ലെ ഒരു വിഗ്രഹം അത് കേടായി മാറ്റുന്ന സമയത്ത് തന്ത്രിക്ക് കൊടുക്കണമെന്ന് എങ്ങും പറയുന്നില്ല. ഈ ആചാരം നമ്മുടെ ഇവിടെ മാത്രം ഇവര് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ബ്രാഹ്മണാധിപത്യത്തിന്റെ ആ മൂർധന്യ അവസ്ഥയിലെ 15-ാം നൂറ്റാണ്ടിലൊക്കെ 16-ാം നൂറ്റാണ്ടിലൊക്കെ അവർ രൂപീകരിച്ചിരിക്കുന്ന ബ്രാഹ്മണക്കൽ കേന്ദ്രീകൃതമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതിനകത്ത് പക്ഷെ പറയുന്നത് പോലും ഈ ഒരു കോൺടെസ്റ്റിലല്ല. അതിനകത്ത് പറയുന്നത് ബാലാലയ പ്രതിഷ്ഠ, ജീർണോദ്ധാരണം എന്ന് പറഞ്ഞാൽ 11ാം പടലത്തിലാണ് തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ പേര് ജീർണോദ്ധാരണം എന്നാണ്. 11ാം പടലമാണ് എന്ന സംശയത്തിലത്തെ. അപ്പം അതിനകത്ത് തുടങ്ങുന്നത് തന്നെ ഒരു കോവില് കേടായി, ആ കോവിലിനകത്ത് പുനരുദ്ധാരണം നടത്തണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു ബാലാലയം ഉണ്ടാക്കണം. ഒരു കൊച്ചു സംഭവം ദേവന്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിനകത്തൊരു ബാലാലയം വെക്കണം. ആ ബാലാലയത്തിൽ വെക്കുന്നത് ദാരുവിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോഹത്തിലോ വിഗ്രഹം വെക്കാം, ചെറിയൊരു വിഗ്രഹം. അപ്പൊ എന്നിട്ട് യഥാർത്ഥ ക്ഷേത്രത്തിന്റെ പണിയൊക്കെ കഴിയുമ്പോൾ ഈ വിഗ്രഹം എന്ത് ചെയ്യണം? അതിന്റെ കോൺടെസ്റ്റുള്ള ഒരു മറുപടി മാത്രമാണ് ഇവർ പറയുന്ന ഗ്രന്ഥത്തിന്റെ ഈ പറഞ്ഞ ശ്ലോകം. ആ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഇത് ഈ പറഞ്ഞ അല്പബിംബം അല്ലെ ബാലബിംബം എന്ന് പറയുന്ന സാധനം മരമാണെങ്കിൽ ദഹിപ്പിക്കണം, നിർമ്മാല്യധാരി ആവാഹിച്ച് ദഹിപ്പിക്കണം. അതുപോലെ തന്നെ ലോഹമാണെങ്കിൽ അതിന്റെ നാളം മുറിക്കണം. ഒന്നാമത്തെ കാര്യം നാളം മുറിക്കണം. ഈ വാജിവാഹനത്തിനൊന്നും നാളമില്ല. നമ്മളിപ്പോ മുക്കിയപ്പോ കണ്ടതല്ലേ, അതൊരു ഹോളോ സാധനമാണ്, നാളമുള്ള സാധനമൊന്നും അല്ല അത്. അപ്പം നാളം മുറിക്കണം, ഉരുക്കണം.
ഉരുക്കിയിട്ട് നാളം വേണമെങ്കിൽ തന്ത്രിക്ക് കൊണ്ടുപോകാന്ന് വെച്ചു. എന്നാലും വിഗ്രഹം അല്ല, മറ്റേ അതിന്റെ മെയിൻ പാർട്ട് അല്ല കൊണ്ടുവന്നത്. കാര്യം ഇത് ഉരുക്കിയിട്ട് ഇതുകൊണ്ട് വേറെ കൗതുകം ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. കൗതുകം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ വേറെ ബിംബങ്ങൾ, അതായത് ശിവേലി ബിംബം അല്ലെങ്കിൽ അർച്ചനാ ബിംബം, അങ്ങനത്തെ ദേവന അല്ലെ കലശക്കുടങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. അപ്പം അതെന്തായാലും ഈ നാളം വെച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നാളം മുറിക്കാന്ന് പറഞ്ഞാൽ ഇവര് കൊടുക്കുന്ന ജീവനാണ്, അതിനകത്തേക്ക് ജീവനാണ് കൊടുക്കുന്നത്. ഒരു ശില്പി ഇത് പണിയുന്നു, ആ ജീവൻ മാത്രം മുറിക്കുന്നതാണ് നാളം മുറിക്കുക. ഇവിടെ നാളം മുറിച്ചിട്ടില്ല. അപ്പം ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഇവരുടെ അവകാശത്തിൽ പെടത്തില്ല. അത് എവിടെ വേണമെങ്കിലും, കാര്യം കലാകാലങ്ങളിൽ ഇവരിത് പറഞ്ഞ് എടുത്തോണ്ട് പോയിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞത് ഒരുപാട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് അജ്ഞതയാണ്, അത് മറ്റുള്ളവർക്ക് ഇതിനകത്ത് അറിവില്ലാത്തത് കൊണ്ട് ഞാനിപ്പം വ്യക്തമായിട്ട് പറയുന്നു, ഇത് കൊണ്ടുപോകാനായിട്ട് കൊടിമരത്തിലെ മറ്റേ എന്താ പറഞ്ഞ വാജിവാഹനം കൊണ്ടുപോകാനായിട്ട് ഒരു തന്ത്രിക്കും ഒരു ബ്രാഹ്മണനും അധികാരമില്ല. അതിന്റെ ഉടമസ്ഥൻ അതിന്റെ യജമാനാണ്. അതായത് ഒന്ന് രാജാവോ, ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അതിന്റെ യജമാനൻ. അവർക്ക് അത് ഉരുക്കി ദേവന്റെ തന്നെ സ്വത്താണത്. അത് തീർച്ചയാണ്. അതിന് ഒരു ശ്ലോകം ഇവർ ധൈര്യം കൊണ്ടേ വെക്കട്ടെ, ഒരു ശ്ലോകം, അതായത് ഏതെങ്കിലും ഒരു ശ്ലോകം ഈ പറയുന്ന വിഗ്രഹം, കൊടിമരത്തിന്റെ മേലുള്ള വിഗ്രഹം തന്ത്രിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ പറയുന്ന ഏതായാലും മൂലഗ്രന്ഥത്തിലോ 4000-ഓളം ഗ്രന്ഥങ്ങളുണ്ട്. ഈ 4000 ഗ്രന്ഥത്തിൽ ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു ശ്ലോകം കാണിച്ചു തന്നാൽ ഞാൻ ഇത് അംഗീകരിക്കാം. ഒരു ശ്ലോകത്തിലും ഇല്ല. ഇതിലുള്ളത് ഈ ഒരു കോണ്ടസ്റ്റും അല്ല, അത് ഒടയണം, വിഗ്രഹം ഒടയണം. അത് വ്യക്തമാണ്. ഇനി അതിന് മറുപടി എനിക്ക് വേണ്ടത് കോൺഗ്രസ് പ്രതിനിധിയിൽ നിന്നാണ്. ഞാൻ ഗോപാലിലേക്ക് വരാം. ഒരു ഇടവേള വേണം എനിക്ക്. ശ്രീ രാജു പി നായർ, 2 ചോദ്യങ്ങളാണ് ഇവിടെ പ്രസക്തം. 2012 ദേവസ്വം കമ്മീഷനുടെ ഉത്തരവിരിക്കെ എങ്ങനെയാണ് ഈ വാജിവാഹനം ദേവസ്വം ബോർഡ് ഈ തന്ത്രിക്ക് കൈമാറാമെന്ന് തീരുമാനമെടുത്തത്? അതിനു മുമ്പ് ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിയിരുന്നോ? അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതാണ് ഇപ്പോൾ മഹേഷ് പണിക്കർ ചോദിച്ച ഒരു ചോദ്യം. 2, ഒരു താന്ത്രികമായിട്ടുള്ള രീതിയിലുമല്ല അത് കൈമാറിയിരിക്കുന്നത് എന്നുള്ളത് തെളിയുമ്പോൾ 2025 എങ്ങനെയാണോ PS പ്രശാന്തിന് അബദ്ധം പറ്റിയത് അത് തന്നെയല്ലേ PS കുറിപ്പിനും സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്കിവിടെ വേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. തന്ത്രിയെ തൊടാതെ ED അന്വേഷണം എങ്ങോട്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം അഭിഭാഷക കമ്മീഷണർക്കും തെറ്റുപറ്റിയൂ എന്നുള്ളതാണ്. ഡോക്ടർ PK ഗോപൻ, രാജു പി നായർ, മധു മണിമല, മഹേഷ് പണിക്കർ, TK രാജഗോപാൽ എന്നിവരാണ് ചർച്ചയിൽ. ഞാൻ രാജു പി നായരിലേക്ക്. രാജു പി നായർ, ഇവിടെ മഹേഷ് പണിക്കർ പറഞ്ഞൊരു വളരെ പ്രസക്തമായ കാര്യമുണ്ട്. ഒന്ന്, ഇന്ന് പ്രതിപക്ഷ നേതാവ് എടുത്തു കാണിച്ച ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നൊരു ഭാഗം, അത് ഇപ്പോൾ സംശയത്തിന് മുന്നിലാണ്. ഹൈക്കോടതിയല്ല, പകരം ഹൈക്കോടതിക്ക് ആ റിപ്പോർട്ട് നൽകിയ കുറിപ്പ് യഥാർത്ഥത്തിൽ ഈ വാജിവാഹനവും അഷ്ടദിക്പാലകരും ഒക്കെ കൈമാറുന്ന സമയത്ത് മുൻകൂട്ടി ഒരു അനുവാദം വാങ്ങിയിരുന്നു. ആ സമയത്ത് 2012 നിലവിലുണ്ടായിരുന്ന ദേവസ്വം കമ്മീഷന്റെ ഉത്തരവിന്റെ ലംഘനമല്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിൽ നിന്ന് എങ്ങനെയാണ് അന്നത്തെ ദേവസ്വം ഭരണസമിതിക്ക് മാറി നിൽക്കാൻ കഴിയുക? രണ്ടാമത്തെ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് തന്ത്രി രാജീവ് ഖൻഡയുടെ വീട്ടിൽ EDയുടെ റെയ്ഡ് വന്നില്ല എന്നത് നിങ്ങൾക്കൊരു വിഷയമല്ലാത്തത്? അനുകുമാർ, ശ്രീ മഹേഷ് പണിക്കർ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അഭിപ്രായം പറയേണ്ടതൊന്നല്ല. തന്ത്രം സംബന്ധിച്ചും ആചാരം സംബന്ധിച്ചും എല്ലാം ഏതെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അത് തന്ത്രസമാജമോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട പുരോഹിതരോ ഇരുന്ന് ചർച്ച ചെയ്ത് വ്യക്തത വരുത്തേണ്ടതാണ്. രാഷ്ട്രീയ പാർട്ടിക്കായിട്ട് അഭിപ്രായം പറയാൻ കഴിയില്ല. ഒന്ന്, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചുള്ള എന്താ, നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ചട്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ കോടതി വിധികൾക്കനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നത് മാത്രമാണ്. ആ കോടതി വിധികൾക്കനുസരിച്ചും ആ നിയമങ്ങൾക്കനുസരിച്ചും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അത് ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അസ്വാഭാവികത ഉണ്ടായിരുന്നെങ്കിൽ അത് 2025 ആ വിഷയം ഒരു കേസിലേക്ക് മാറിയതുപോലെ ഹൈക്കോടതി കേസെടുക്കുമായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യമായിട്ട് മറ്റൊരു സംഭവം കൂടിയുണ്ട് ലോജിക്കലായിട്ടത്. ഈ വാജിവാഹനം നഷ്ടപ്പെട്ടിട്ടില്ല. വാജിവാഹനം അവിടെയുണ്ട്. മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാവില്ലായിരുന്നല്ലോ. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ. അപ്പോൾ അൺടിൽ ആൻഡ് അൺലെസ് കണ്ഠരര് രാജീവരുടെ കയ്യിലിരിക്കുന്ന വാജിവാഹനം ഡ്യൂപ്ലിക്കേറ്റ് അല്ല എന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് പറയുന്നത് വരെ ഇതിനൊരു കേസില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിനകത്ത് ചട്ടപ്രകാരമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് അന്നത്തെ ഉത്തരവാദിത്തവർക്കെതിരെ നടപടി ഉണ്ടാവണം. അത് പരമാവധി ഒരു സസ്പെൻഷനിലേക്ക് പോകുന്ന കാര്യമാണ്. വളരെ വെൽ സെറ്റിൽഡ് ആണ് ആ പൊസിഷൻ. മനസ്സിലായില്ലേ? അത് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ. നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല, തന്ത്രിയോ മന്ത്രിയോ ആരാണെങ്കിലും ഇതിനകത്ത് വ്യക്തത വരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ വാജിവാഹനത്തെ സംബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങൾ CPMന്റെ രാഷ്ട്രീയ ബാലൻസിംഗ് ആണ്. ഞാൻ ചോദിക്കട്ടെ, വാജിവാഹനം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ മോഷണം എന്നങ്ങനെ പറയാൻ പറ്റും? വാജിവാഹനം അവിടെ ഉണ്ടല്ലോ, അത് തന്ത്രിയുടെ കയ്യിലുണ്ടല്ലോ, തന്ത്രി ഇത് കൈമാറാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തെങ്കിലും അവിടെ ഒരു മോഷണം നടക്കാതെ ഒരു ക്രൈം നിലനിൽക്കുവോ? ക്രൈം ഇല്ലാത്തിടത്ത് ഞങ്ങളെ അതിനകത്ത് കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്താ? അത് രാഷ്ട്രീയമായ സമീകരണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച, ഞാൻ മാത്രമല്ല അതാ അവരും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയുള്ള പ്രശ്നമാണ്. പിന്നെ 2012 ഉത്തരവ്
ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ 2012 ഉത്തരവ് എന്ന് പറയുന്നത് ഇത് ദേവസ്വം ബോർഡിന്റെ സ്വത്താണ്. അവിടെയുള്ളതെല്ലാം ദേവസ്വം ബോർഡിന്റെ സ്വത്താണ്. ഏത് ക്ഷേത്രങ്ങളിലും ഉള്ളതെല്ലാം ദേവസ്വം ബോർഡിന്റെ സ്വത്താണ്. ദേവസ്വം ഭരിക്കുന്ന അമ്പലങ്ങളിലുള്ളത്. അവിടെ ആചാരപരമായി പല കാര്യങ്ങളും നടക്കും. ഇപ്പോ ആനപ്പുറത്ത് തിടമ്പേറ്റുന്നു. തിടമ്പേറ്റി കഴിഞ്ഞാൽ തിരിച്ച് മേൽശാന്തിയുടെ കയ്യിലേക്ക് കൊടുത്താൽ മേൽശാന്തിയുടെ വീട്ടിൽ കൊണ്ടുപോകാന്നാണോ? അല്ലല്ലോ. അപ്പോൾ ആചാരപരമായ ഒരു കാര്യം അവിടെ നടന്നിട്ടുള്ളത് കൊണ്ട് ആ സ്വത്ത് ദേവന്റെ അല്ല, അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ സ്വത്ത് അല്ലാതെ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ 2012 ഉത്തരവിന്റെ ഒരു ലംഘനം നടന്നിട്ടില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധി കൊണ്ട് ദേവസ്വം കമ്മീഷൻ ഉത്തരവിൽ പറയുന്നത് ദേവസ്വത്തിന്റെ സ്വത്താണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് തന്ത്രിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുക? അല്ല, അത് തന്ത്രി അത് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ തന്ത്രിയുടെ വീഴ്ച ഉണ്ടോ, അല്ലെങ്കിൽ തിരിച്ചു മേടിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ലെങ്കിൽ അതിന്റെ അന്വേഷിക്കപ്പെടണം. ദേവസ്വം ബോർഡ് കൊടുത്തു, അതെന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കപ്പെടണം. അല്ല, ദേവസ്വം ബോർഡ് കൊടുത്തതല്ല, ദേവസ്വം ബോർഡ് അത് കൈമാറിയത് ആചാരപ്രകാരമാണ്. ഒരു പറയട്ടെ അരുൺകുമാർ, ശ്രീ രാജു, ഞാനൊന്ന് വ്യക്തമാക്കിക്കോട്ടെ എന്റെ ചോദ്യം. അതായത് ഈ വാജിവാഹനം ഒരു വിഗ്രഹമായി കണക്കാക്കിയാൽ വാജിവാഹനത്തിന് എന്തെങ്കിലും കേടുപാടുകളുണ്ടോ? എന്റെയും അങ്ങയുടെയും ഇവിടെ ഇരിക്കുന്ന ഒരു അതിഥിയുടെയും അറിവിൽ ആ വാജിവാഹനത്തിന് ഒരു കേടുപാടുമില്ല. കേടുപാടുമില്ലാത്തൊരു വിഗ്രഹമോ കേടുപാടുകളില്ലാത്ത വാജിവാഹനമോ കൈമാറാൻ തന്ത്രവിദ്യയിൽ തന്ത്രസമുച്ചയത്തിൽ പറയുന്നുണ്ടോ? എൻ്റെ അറിവിലില്ല. ഞാൻ തന്ത്രസമുച്ചയം വായിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ അറിവിൽ മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്ന് ടു കോട്ട്സ് അതിൻ്റെ എക്സ്പേർട്സിനെ കോട്ട് ചെയ്തെടുത്തോളം എൻ്റെ അറിവിലില്ല. താങ്കൾക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അരുൺകുമാറെ, തന്ത്രത്തെ സംബന്ധിച്ച് ഞാനോ അരുൺകുമാറോ വാദിക്കാൻ ശക്തരാണോ? ഞാൻ ഇത് കണ്ടിട്ടില്ല. എനിക്ക് വായിച്ചാൽ മനസ്സിലാവുകയില്ല. പിന്നെ ആചാരങ്ങളൊക്കെ കാലത്തിനനുസരിച്ചും ഒക്കെ മാറുന്ന കാര്യങ്ങളാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്ത്രത്തെ സംബന്ധിച്ചൊരു തർക്കത്തിന് ഞാനില്ല. ഞാൻ രാജീവ് കണ്ടതിലേക്ക് ഇ ഡി പെരാത്തത് എന്തുകൊണ്ട്? അങ്ങയുടെ ആദ്യവാദത്തിന് മറുപടി CPM നൽകട്ടെ. അല്ല, അതിനകത്ത് ഒരാളുടെ വീട്ടിലും ഈട് കയറാതിരിക്കരുത്. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്, 4 കിലോ അല്ലെങ്കിൽ 1 കിലോ എന്ന് പറയുന്ന സ്വർണത്തിന്റെ വിഷയമല്ല. ഇത് വളരെ കൃത്യമായ ഗൂഢാലോചനയോടുകൂടി മാസങ്ങളെടുത്ത് സുഭാഷ് കപൂർ മാതൃകയിലുള്ള ക്ഷേത്ര കൊള്ളയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ഈ ഒറിജിനൽ സാധനങ്ങൾ, അവിടത്തുള്ള കട്ടളയും വാതിലും ദ്വാരപാല ശില്പമുള്ള ഒറിജിനൽ സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് കടത്താൻ ഉള്ള ലോജിസ്റ്റിക്സ് വരെ തയ്യാറാക്കിയതിനു ശേഷം ഉണ്ടാക്കിയെടുത്ത ഉത്തരവാണ് ഇതിന്റെ ആധാരം. ആ ഉത്തരവ് മാനിപ്പുലേറ്റഡ് ആണ്. ആ ഉത്തരവ് മാനിപ്പുലേറ്റഡ് ആയതുകൊണ്ടാണ് ഇന്ന് പത്മകുമാർ ജയിലിൽ കിടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ അത്രമാത്രം വലിയ ഗൂഢാലോചന നടന്നിട്ടുള്ളത് 100 കണക്കിന് കോടി രൂപയുടെ ക്ഷേത്രമോഷണവും ആയി ബന്ധപ്പെട്ടതാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന്റെ മണി ട്രെയിൽ കണ്ടുപിടിക്കപ്പെടണം. ആർക്കെല്ലാം ഗുണമുണ്ടായി എന്ന് കണ്ടുപിടിക്കപ്പെടണം. ദേവസ്വം തന്ത്രിയെ ഉൾപ്പെടെ റെയ്ഡ് നടത്തണം, അറസ്റ്റ് ചെയ്യണം. ഈ തന്ത്രിയുടെ വീട്ടിൽ ED റെയ്ഡ് നടത്താതെ പോകുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് CPM നേതാക്കൾ തുറന്നു പറയുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് തുറന്നു പറയാത്തത്? EDയുടെ റെയ്ഡിൽ തന്ത്രിയെ ഒഴിവാക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്ന് സംശയിക്കാത്തത് എന്തുകൊണ്ടാണ്? ഡോക്ടർ അരുൺകുമാർ, അങ്ങ് വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു പാനലിസ്റ്റ് ആണ്. എന്നെ ഇവിടെ വിളിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ്. രാജുപ്പയുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടല്ല. ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ അഭിപ്രായമാണ്. തന്ത്രിയുടെ വീട്ടിൽ വരാത്തത് രാഷ്ട്രീയ താല്പര്യപ്രകാരമാണെന്നൊരു അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഈ ED തന്ത്രിയുടെ വീട്ടിൽ കയറാത്തതും മറ്റുള്ളവരുടെ വീട്ടിൽ കയറുന്നതും എല്ലാം രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് വരും. കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുള്ളത് ഈ CPM നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവസാനം പിണറായി വിജയനായിട്ടുള്ള രാഷ്ട്രീയ സെറ്റിൽമെന്റ് ഭാഗമായിട്ട് വരും. എന്തുകൊണ്ടാണ് BJPക്ക് ക്ഷേത്രക്കൊള്ള ഒരു സമരത്തിന്റെ ആവശ്യമില്ലാത്തത്? എന്തുകൊണ്ടാ അത് ഉന്നയിക്കപ്പെടാത്തത്? അവസാനം വിമർശനം വരുമ്പോൾ മാത്രം പേരിനൊരു സമരം നടത്തുന്നത് എന്താ? ഇവരെ സംബന്ധിച്ചോളം ഇതെല്ലാം പിണറായി വിജയനുമായിട്ടുള്ള രാഷ്ട്രീയ സെറ്റിൽമെന്റിന്റെ ഭാഗമാണ്. അതിനപ്പുറം ഒന്നുമില്ല. അതുകൊണ്ട് കേറാത്തതും രാഷ്ട്രീയ സമ്മർദ്ദമാവാം, കേറുന്നതും രാഷ്ട്രീയ സമ്മർദ്ദമാവാം. ED അത്ര വിശുദ്ധ പശുവൊന്നും അല്ലല്ലോ. ED എന്ന് പറയുന്നത് രാഷ്ട്രീയ സെറ്റിൽമെന്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതാണ്. പക്ഷേ ഇതിനകത്തുള്ള സത്യം പുറത്തു വരണം. അതിൽ BJPയുടെ നിശബ്ദത ദുരൂഹമാണ്. ഞാൻ തിരിച്ചു വരാം.
എനിക്ക് ഡോക്ടർ പി കെ ഗോപനിലൂടെ പോകണം, അതിനുശേഷം ഞാൻ മധുവിലേക്ക് വരാം. രാജു നായർ ചോദിച്ച ചോദ്യം, ഹൈക്കോടതിയെ അഭിഭാഷക കമ്മീഷൻ അറിയിച്ചൊരു വിഷയത്തിൽ വീണ്ടും ആ ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത്? രണ്ട്, കോൺഗ്രസിലും നിങ്ങളുടെ അതേ ശബ്ദമാണ്. ഇ ഡി വന്നിരിക്കുന്നതും ഇ ഡി കയറാതിരിക്കുന്നതിന് പിന്നിലും രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് തള്ളിക്കളയില്ല. അക്കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരേ നിലപാടാണല്ലോ സ്വീകരിക്കുന്നത്. ഡോക്ടർ പി കെ ഗോപൻ. അല്ലാതെ രണ്ടാമത് ശ്രീ രാജു പറഞ്ഞത് ശ്രീ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വീട്ടിൽ ഇ ഡി കയറുമ്പോഴുള്ള സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമാണ്. അങ്ങനെ സെറ്റിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ 4-5 MP വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ 4-5 MLA വിൽക്കും. അതൊക്കെ അവരുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഒന്നാമത്തെ കാര്യത്തിൽ ഹൈക്കോടതി കമ്മീഷൻ എന്ന് ഇടപെടുകയാണെന്ന് കരുതല്. പക്ഷെ അങ്ങ് പറഞ്ഞതിനകത്തൊരു എനിക്ക് സമയം തരാഞ്ഞിട്ട് പോലും ഞാൻ പക്ഷെ അങ്ങ് പറഞ്ഞത് ഇത് അങ്ങ് പറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അവസാനം വന്ന കേസിൽ പോലും കോടതിയിൽ പോയിട്ടാണ് ഇ ഡിയെ പരാജയപ്പെടുത്തിയത്. സെറ്റിൽമെന്റ് ചെയ്തല്ല. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നാഷണൽ ഹെറാൾഡ് കേസിലടക്കം ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക് ഇ ഡിയെ പരാജയപ്പെടുത്തിയത് എങ്ങനെയാണ്? അതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ തോമസ് ഐസക്കിനെ വിളിക്കുന്നതിന്റെ കാരണം പറയാൻ പറഞ്ഞു ഇ ഡിയോട്. അതെ അപ്പൊ പിന്നെ വർത്തമാനം പറയുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പറയണം. നമുക്ക് ഫ്ലോർ കിട്ടുമ്പോൾ എന്ത് വിളിച്ച് പറയാവുന്നൊരവസ്ഥ ഉണ്ടാക്കരുത്. കേരളത്തിലും ഇന്ത്യ രാജ്യത്ത് RSSുമായിട്ട് സെറ്റിൽ ചെയ്യുന്നു എന്നുള്ളത് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ പിടിക്കാൻ വേണ്ടി കനകോലും ഉണ്ടാക്കി കൊടുത്ത സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തം എവിടെ എടുത്ത് പ്രയോഗിക്കരുത്, ആവശ്യത്തിന് എടുത്ത് പ്രയോഗിക്കാവൂ. ഇവിടെ ഹൈക്കോടതി കമ്മീഷന്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്ത്രിയുടെ അരിജ്ഞ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. തന്ത്രിയുടെ അരിജ്ഞ ഉണ്ടാക്കിയത് അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണൻ കൂടി ചേർന്നിട്ടാണ്. അങ്ങനെ അനധികൃതമായിട്ട് അരിജ്ഞ ഉണ്ടാക്കി കോൺക്രീറ്റ് ചെതലെടുത്തു എന്ന് കഥയുണ്ടാക്കി. ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ അരുൺ, കേരളത്തിൽ ഏത് കോടതിയാണ് വിശ്വസിക്കുന്നത് ഈ കോൺക്രീറ്റ് ചെതലെടുത്തു എന്ന് പറഞ്ഞാൽ? അവരുടെ മുമ്പിൽ കൊടിമരം മാറ്റി സ്ഥാപിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് ഹൈക്കോടതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഇത്തരം സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഹൈക്കോടതി അതിൽ വേറെ അന്വേഷണവും നടത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതല്ല വിഷയം. ഇപ്പം ഈ വാജി വാഹനം വിറ്റോ എന്നാണ് രാജു പി നായർ ചോദിക്കുന്നത്. വാജി വാഹനം വിൽക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? സ്വർണ്ണമുട്ടയിടുന്ന താറാവാത്. പൊന്മുട്ടയിടുന്ന താറാവിനെ ആരെങ്കിലും വിൽക്കുവോ? കോടിക്കണക്കിന് രൂപ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിഹിതം അജയ് തറയിൽ കൊടുത്തിട്ടുണ്ട്, പ്രയാറിന് കൊടുത്തിട്ടുണ്ട്. കാരണം വാജി വാഹനം കൈമാറിക്കൂടാന്നുള്ളത് ഏറ്റവും വലിയ ആചാര സംരക്ഷണത്തിൻ്റെ ആളായിട്ട് നടന്ന ഒരാളാണല്ലോ പ്രയാർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം ക്ഷേത്രതന്ത്ര സംശയമൊന്നും വായിക്കണ്ട, അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ വാജി വാഹനം എന്ന് പറയുന്ന ഒരു സാധനം തന്ത്രിമാർക്ക് തിരിച്ചു കൊടുക്കാൻ പാടില്ലെന്ന് സാമാന്യ വിവരമുണ്ട്. അതുകൊണ്ടാണ് 2012 ദേവസ്വം ബോർഡ് ഇത് ചർച്ച ചെയ്തിട്ടാണ് ഇത്തരം മൂല്യ വസ്തുക്കൾ കൈമാറാൻ പാടില്ല ദേവസ്വം ബോർഡിന്റെ അല്ല. ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ദയവായിട്ട് ഇത് അവസാന സമയമാണ്. കലക്കാൻ വേണ്ടി മാത്രം ചർച്ച വരരുത്. അത് നിങ്ങളുടെ ഒരു ശീലമാണ്. നിങ്ങൾ എത്ര അനാവശ്യ കാര്യങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ഇടപെട്ടോ? എന്തെല്ലാം മണ്ടത്തരം വിളിച്ചു പറഞ്ഞു. രാഘവനെ സാന്നിധ്യത്തിൽ ഇത് കൊടുത്തു എന്നുള്ളത് കൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണോ ഒരംഗം 3 അംഗങ്ങളോടത്ത് 2 അംഗങ്ങൾ തീരുമാനിക്കുന്നതാണോ ഒരംഗം തീരുമാനിക്കുന്നതാണോ നടക്കുന്നത്? എന്നിട്ട് നിങ്ങൾ തന്ത്രികളിൽ നിന്ന് അനിച്ച വാങ്ങിച്ചിട്ട് ഇത് ചെതലെടുത്തു എന്ന് പറഞ്ഞ് വാജിവാഹനം കൊടുത്തത് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാനാ. നിങ്ങൾ ആദ്യത്തെ ഈ ശബരിമല പ്രശ്നത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് പോറ്റിയെ കയറ്റിയത് ആരെന്നാ നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റുമോ? 2004 രാമൻ നായർ കൊണ്ടുവന്ന പോറ്റി, 2007 ഗോവിന്ദൻ നായർ ഭാരവാഹിയാക്കിയ പോറ്റി, അതുപോലെ പ്രയാർ ഗോപാലകൃഷ്ണൻ പരികർമ്മിയാക്കിയ പോറ്റി, ഹൈക്കമാൻഡിൽ സ്വാധീനമുള്ള പോറ്റി, ആ പോറ്റിയെ കയറ്റിയത് നിങ്ങളാണെന്ന് വ്യക്തമായി കഴിഞ്ഞപ്പോൾ അതിലിപ്പോൾ പിടുത്തമില്ല. ഇപ്പം നിങ്ങൾ രണ്ടാമത് ഇതിൽ മാത്രം നിൽക്കുകയാണ്. അപ്പോഴാണ് തന്ത്രിയിലേക്ക് എത്തിയപ്പോൾ തന്ത്രിയെക്കുറിച്ച് നിങ്ങൾക്ക് പരാതിയില്ല. പിന്നെ വേഗമായിട്ട് പറയുക, എല്ലാവരും അന്വേഷിക്കട്ടെ, എല്ലാവരെയും പിടിക്കട്ടെ, ആര് പോകണ്ടെന്ന് പറഞ്ഞോ എന്നൊക്കെ പറയുകയാണ്. തന്ത്രിയാണ് ഇതിൻ്റെ കക്ഷി എന്നുള്ളത് ഇവിടെ മഹേഷ് ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന് ഓർമ്മ കാണും. മഹേഷ് പണിക്കരും ഞാനും മാസങ്ങളായിട്ട് ചർച്ചയിൽ, അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ. ഞാൻ അന്ന് മുതൽ ഇത്രയും തെളിവ് വരാത്ത കാലത്ത് ഞാൻ വളരെ കൃത്യമായി തന്ത്രിയെക്കുറിച്ച് പറഞ്ഞ ആളാണ്. ഈ ക്ഷേത്രതന്ത്ര സമുച്ചയത്തിന് വിപരീതമായി തന്ത്രി അവിടെ ആചാരം ലംഘിക്കുന്നു. ആചാര സംരക്ഷണത്തിൻ്റെ നായകൻ പ്രധാനമായിട്ട് ആരായിരിക്കണം? ദേവന്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രി ആയിരിക്കണം. ആ തന്ത്രി ആചാരം ലംഘിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചില IPS ഓഫീസർമാർ വിജിലൻസുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞല്ലോ, കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിക്കുന്നതിന് ചിത്രം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയല്ലോ. അപ്പോൾ ആചാര സംരക്ഷണത്തിനായിട്ട് ഇവിടെ ആചാരം ലംഘിച്ചുവെന്നും ആചാര ലംഘനത്തിന് കൂട്ടുനിന്നും CPM-നെ ഉൾപ്പെടെ ആക്ഷേപിച്ചു കൊണ്ടുവന്ന BJPയും കോൺഗ്രസും ഇന്ന് ആചാര ലംഘനത്തിൻ്റെ അപ്പോസ്തലനായ തന്ത്രിയെ, അതും എങ്ങനെയാണ്?
ജനസമൂഹം, മനുഷ്യ സമൂഹം അവരുടെ അധ്വാനത്തിന്റെ വിയർപ്പ് മുഴുവൻ കൊണ്ടുവന്ന് ശബരിമലയെ സമർപ്പിക്കുക. ആ വിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ജനങ്ങളെ ആകെ വഞ്ചിച്ചുകൊണ്ട് ശബരിമലയിൽ ഏത് സ്വത്തും കൊള്ളയത് കൊണ്ടുപോകാനും ആർക്കും കൊണ്ടുപോകാനും കൂട്ടുനിന്ന ആള് തന്ത്രിയാണ്. തന്ത്രിക്ക് കൂട്ടുനിന്നു തെളിയിക്കപ്പെട്ടത് പ്രയാർ ഗോപാലകൃഷ്ണൻ, അജയ് തറയിൽ നിന്ന് കോൺഗ്രസ് ആണ്. ഏതെങ്കിലും ഒരു കൊലപാതകം നടന്നാൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ട് അതിന്റെ ചെയർമാൻ കൊലപാതകത്തിന് CBI വരണമെന്ന് പറയുന്നത് പോലെ അജയ് തറയിൽ എന്ന് പറയുന്ന ഈ സംഭവങ്ങൾക്കെല്ലാം ഉത്തരവാദിയായ ആളാണ് ആദ്യം ഇറങ്ങി ശബരിമലയിലെ കൊള്ളയ്ക്കെതിരായിട്ട് പ്രതികരിച്ചത്. ഇപ്പൊ ആരാണ് അതിന്റെ കക്ഷിയായിട്ട് നിൽക്കുന്നത്? ഇനി അവർ പറയേണ്ടത് അവർക്ക് എന്തെല്ലാം വിഹിതം ഇതിന്റെ ഭാഗമായിട്ട് ലഭിച്ചു എന്നുള്ളത് മാത്രമാണ്. അപ്പോ ഈ നിമിഷം വരെയും PK ഗോപൻ അജയ് തറയിൽ പ്രതിയല്ല, പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രതിയല്ല, അങ്ങ് പറഞ്ഞ രാമൻ നായരോ അങ്ങ് പറഞ്ഞ ഗോവിന്ദൻ നായരോ പ്രതിയല്ല. ഒറ്റ ചോദ്യത്തിന് അവസരം തരൂ, ഒറ്റ ചോദ്യത്തിന് അവസരം തരൂ അദ്ദേഹത്തോട്. ജനാധിപത്യ വിശ്വാസിയായ പാനലിസ്റ്റാണ്. 2019 ഉത്തരവ് തിരുത്തിയത് 2019 ഉത്തരവ് തിരുത്തിയത് തന്ത്രിയാണോ? അതാരാ തിരുത്തിയത്? അതിന്റെ പേരിലല്ലേ നിങ്ങളുടെ നേതാവ് നിരവധി പ്രാവശ്യം ജാമ്യാപേക്ഷ റദ്ദാക്കി 2012 ദേവസ്വം ബോർഡ് ഉത്തരവിന് വിപരീതമായി വാജിവാഹനം കൊടുത്തതാരാ രാജു? 2012 ദേവസ്വം ബോർഡ് ഉത്തരവിന് വിപരീതമായി വാജിവാഹനം എടുത്ത് കൊടുത്തതാരാ? അപ്പൊ ശരിയാവും, അതൊക്കെ പറഞ്ഞാൽ മതി. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ 2019 ഉത്തരവ് ആരാണ് ഇപ്പിട്ടത്? 2012 കേസായിട്ടില്ല, 2012 കേസ് വരട്ടെ. 2019 ഉത്തരവ് അതാണല്ലോ SIT അന്വേഷിക്കുന്നത്. പക്ഷേ ആരോപണം നേരിട്ട് എങ്ങനെയാണോ? തന്ത്രിയുടെ വീട്ടിൽ അദ്ദേഹം പലതവണ വന്നല്ലോ. ED തന്ത്രിയുടെ 21 എടുത്ത് കയറിയിട്ടും തന്ത്രിയുടെ വീട്ടിൽ കയറാതിരിക്കുന്നതിന് നിങ്ങൾ ആരും ചോദ്യം ചെയ്തില്ലല്ലോ. ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനത്തിൽ ED എന്തുകൊണ്ട് തന്ത്രിയുടെ വീട്ടിൽ കയറിയില്ല എന്ന് ചോദിച്ചില്ലല്ലോ. എന്താ ചോദിക്കാത്തെ? ഇപ്പൊ അരുൺ ചോദിച്ചപ്പോൾ നിങ്ങൾ ഡോക്ടർ അരുൺ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇവിടെ കിടന്ന് വട്ടം കറങ്ങുകയല്ലേ? എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനത്തിൽ തന്ത്രിയുടെ വീട്ടിൽ കയറിയില്ല എന്ന് ചോദിച്ചില്ല? അരുൺ അങ്ങനെ തോന്നി. നിങ്ങൾ ആരെ സംരക്ഷിക്കാൻ നിൽക്കുക? നിങ്ങൾ ശബരിമലയിൽ വിശ്വാസികളെ സംരക്ഷിക്കാൻ നിൽക്കുകയല്ല, നിങ്ങൾ പൊളിറ്റിക്കൽ രാഷ്ട്രീയം കളിക്കുകയാണ്. ഞങ്ങളതല്ല പറഞ്ഞേ. CPM ആയാലും CPI ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ആര് ശബരിമലയിൽ നിന്ന് ഒരു തരി സ്വർണം കൊണ്ടുപോകാൻ കൂട്ടുനിന്നോ അവരാകെ ശിക്ഷിക്കപ്പെടുന്ന നിലപാടാ CPM-ന്റെ. കൊണ്ടുപോയ കൊള്ളാം, പ്രയാർ കൊണ്ടുപോയ കൊള്ളാം, SIT പറയുമ്പോൾ വീണ്ടും ചങ്കിടിക്കുന്നുണ്ടോ CPM-ന്? അല്ല, അത് ആർക്കൊക്കെ ചങ്കിടിക്കുന്നുള്ളത് 998 മുതലുള്ള അന്വേഷണം നടത്തുമ്പോൾ ചങ്കിടിപ്പ് കൃത്യമാവും. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്നത്. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളത് സാധാരണ അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും. അതിനകത്ത് CPM-ന്റെ പ്രതിനിധികൾക്ക് വീഴ്ച വഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തർക്കമില്ല. ഏത് ആൾക്കായാലും നടപടി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ശബരിമലയിലെ സംഭവം ഈ 2019-25 അല്ല ഡോക്ടർ അരുൺ. അത് 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ തുടങ്ങുകയാണ്. അതിനകത്തേക്ക് അന്വേഷണം പോകണമെന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ അന്വേഷണം പോയാൽ പലരും കുടുങ്ങും. അപ്പോഴാണല്ലോ ഇത് വിളിച്ചൊത്ത് വന്നത്. എന്തിനാ തന്ത്രി എൻ്റെ കയ്യിൽ വാജിവാഹനം ഉണ്ടെന്ന് പറഞ്ഞേ? തന്ത്രിക്ക് കൊണ്ടുപോകാൻ അവകാശം ഉണ്ടെങ്കിൽ എന്തിനാ അദ്ദേഹം ഉണ്ടെന്ന് പറഞ്ഞേ? അപ്പൊ അവിടെ മുതൽ സംശയം തുടങ്ങുകയാണ്. അദ്ദേഹം പേടിച്ചുപോയി, ഇത് എൻ്റെ കയ്യിൽ ഇരുന്നാൽ പ്രശ്നമാകും എന്ന് മനസ്സിലായി. അങ്ങനെ കണ്ടെടുക്കുകയും ചെയ്തു. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക പീഠത്തിന്റെ സംഭവങ്ങൾ എനിക്ക് കാണാതെ പോയി എന്ന് പറഞ്ഞതുപോലെ തന്നെ രാജു പി നായർക്കുണ്ട്. അവസാനത്തെ ചോദ്യമാണ്. രാജു പി നായർ, ഇന്നിപ്പോ നേതാക്കളുടെ പ്രതികരണം കാണുമ്പോൾ അതൊരു മറ്റൊരു പ്രചരണായുധമാക്കി മാറ്റാൻ കോൺഗ്രസിനൊരു മടിയുള്ളതുപോലെ തോന്നുന്നു. സ്വർണ്ണക്കൊള്ളയായിരിക്കില്ലേ ഇനി ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയം? നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനെ തുടർന്നുമുണ്ടായതുപോലെ ഒരു ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്ക് കുറയുന്നുണ്ടോ സ്വർണ്ണക്കൊള്ള ഒരു രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കി മാറ്റാൻ? ഇന്ന് പ്രതികരണങ്ങൾ കണ്ടപ്പോഴാണ് തോന്നുന്നത്. കാര്യം ഈ സമീകരണത്തിനുള്ളൊരു ഭയം നിങ്ങളിൽ ഉണ്ടോ? അരുൺകുമാറെ, സ്വർണ്ണക്കൊള്ളയല്ല, ക്ഷേത്രക്കൊള്ളയാണ്. ആ ക്ഷേത്രക്കൊള്ളയിൽ ഇന്ന് ജയിലിൽ കിടക്കുന്ന 9 വരുന്ന CPM-ന്റെ നേതാക്കന്മാരാണ്. നിങ്ങൾ ആകെക്കൂടി വിജയകുമാറിനെയും പത്മകുമാറിനെയും ഒന്നും മാത്രം നോക്കരുത്. സുധീഷ് മുതൽ ബൈജു മുതൽ മുരാരി ബാബു മുതൽ എല്ലാം CPM-ന്റെ നേതാക്കന്മാരും CIT നേതാക്കന്മാരും ജയിലിൽ കിടക്കുക. ഞങ്ങൾക്ക് എന്തിനാ ആശങ്ക? എന്താശങ്ക? ഒരു കേസ് പോലും ഇല്ലാത്ത സംഭവം ഇവർ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണല്ലോ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ സർക്കാരിന്റെ വീഴ്ചകൾ കാണിക്കുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ ശബരിമലയിലെ ക്ഷേത്രക്കൊള്ള ഉണ്ടാവും. പോറ്റിയെ കേറ്റി എന്നുള്ള പാട്ട് ഇനിയും പാടിക്കൊണ്ടിരിക്കും. ഞങ്ങൾ പാട്ട് നിർത്താൻ പറ്റില്ലല്ലോ. ഇപ്പോഴും ഇത് പാടിക്കൊണ്ടിരിക്കുന്നു. അതല്ല എന്ത്
ജി രാമൻ നായരായിരുന്നു, അന്ന് KC വേണുഗോപാലായിരുന്നു ദേവസ്വം മന്ത്രി. അല്ലെ 2004 പത്മകുമാർ പത്മകുമാർ പറഞ്ഞത് 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വരുന്നതെന്നാണ്. അത് പത്മകുമാറിന്റെ അറിവാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന വിവരം അങ്ങനെയല്ല. 2004 ജി രാമൻ നായർ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കാർത്തികേയന് ശേഷം KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയാകുന്ന സമയത്താണ്. 2007 നോക്കിയാലും അവിടെ ദേവസ്വം പ്രസിഡന്റ് രാമൻ നായരാണ്. അരുൺകുമാർ CPM-ൽ ചെല്ലുമ്പോൾ കള്ളന്മാരായി പോകുന്നൊരു പ്രതിഭാസമുണ്ട്. PS പ്രശാന്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന സമയത്ത് KPC സെക്രട്ടറി ആയിരുന്നു. ഒരു പൈസയുടെ അഴിമതി ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ടോ? ഏതെങ്കിലും കൊള്ളയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നോ? ഏതെങ്കിലും തട്ടിപ്പിന്റെ ഭാഗമായിട്ടുണ്ടോ? അയ്യപ്പന്റെ മുതൽ കട്ടു. അപ്പോ നല്ല മനുഷ്യരെ കള്ളനാക്കുന്ന പാർട്ടി CPM ആണ്. നല്ല മനുഷ്യർ ചിലപ്പോൾ അത് തിരിച്ച് നിങ്ങളിലേക്ക് വരില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇനി ആ പാരടിപ്പാട്ടിന്റെ ആ വരി മാറ്റി എഴുതേണ്ടി വരില്ലേ? ഒരിക്കലുമില്ല. പോറ്റിയെ കയറ്റിയത് 2019 ഉത്തരവിൽ തെറ്റായി ശ്രമിച്ചുകൊണ്ട് സ്വന്തം കൈപ്പടയിൽ ദേവന്റെ സ്വത്തുള്ള അവകാശം കയറ്റിയത് എന്നുള്ളത് ഇപ്പോഴും നിങ്ങൾ ഏത് വർഷമാണ് പോറ്റിയെ കയറ്റിയത്? അരുൺകുമാറെ പോറ്റിയെ കയറ്റിയത് നിങ്ങൾ അവിടെ കയറേണ്ട അല്ല. പോറ്റിയെ കയറ്റിയുള്ള വാക്കിന്റെ അർത്ഥം 2019 ഉത്തരവിൽ ദേവന്റെ മുതൽ പുറത്തുകൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അധികാരം നൽകിക്കൊണ്ട് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായിട്ട് കയറ്റിയതാണ്. 2019 അങ്ങ് പറഞ്ഞതുപോലെ പോറ്റിയെ കയറ്റിയതിന് ഉത്തരവാദിത്വം തന്ത്രിക്കും ഉണ്ണികൃഷ്ണൻ. അല്ല, ഞാൻ പറയുന്നതിൽ അങ്ങേക്ക് വിയോജിപ്പുണ്ടോ? 2019 പോറ്റിയെ കയറ്റിയത് തന്ത്രിയും പത്മകുമാറും. പ്രമേയം അല്ലാതെ 2014 തന്ത്രിയും പ്രയാഗ് ഗോപാലകൃഷ്ണനും. 2007 പോറ്റിയെ കയറ്റിയത് തന്ത്രിയും രാമൻ നായരും. 2004 പോറ്റിയെ കയറ്റിയത് തന്ത്രിയും KC വേണുഗോപാലിന്റെ ദേവസ്വം ബോർഡിന്റെ സമയത്ത് ഈ പറയുന്ന അന്നത്തെ രാമൻ നായരും. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ തെറ്റുണ്ടോ? UDF-ന്റെ ഭരണസമിതിയിലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെതിരായിട്ടുള്ള കേസിന്റെ തീയതി എന്നാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ട് കേസിന്റെ തീയതി ഞാൻ ഇന്നിപ്പോ ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ പേരിൽ ഒരു കേസും ഇല്ല. നാളെ ഈ ഞാൻ ഏതെങ്കിലും കേസിൽ പെട്ട് കഴിഞ്ഞാൽ എന്നെ കേട്ടത് അരുൺകുമാറാണെന്ന് പറയുന്ന അർത്ഥമുണ്ടോ? ഞാൻ അരുൺകുമാറെ ചർച്ച ട്രിവിയലൈസ് ചെയ്യാനുള്ള ശ്രമം നിങ്ങളായിട്ട് നടത്തരുത്. ഇത് സംബന്ധിച്ചോളം കേസിന്റെ സംഭവമാണ്, ക്ഷേത്രക്കൊള്ളയാണ്. ആ ക്ഷേത്രക്കൊള്ളയുടെ ആധാരം 2017 അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞു. SIT 2017 കൊടിമരക്കൊള്ള അന്വേഷിച്ചാൽ 2007 പോറ്റിയുടെ വരവിനെ കുറിച്ച് അന്വേഷിച്ചാൽ അപ്പോഴും ഇതേ. എങ്ങനെയാണ് കൊടിമരക്കൊള്ള എന്ന് പറയുന്നത്? അല്ല, എങ്ങനെയാണ് കൊടിമരക്കൊള്ള എന്ന് പറയുന്നത്? എങ്ങനെയാ? രണ്ട് കാര്യങ്ങൾ അങ്ങനെ കോടതി പറഞ്ഞിട്ടുണ്ടോ? കൊടിമരക്കൊള്ളയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ധ്വജപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട SIT ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലേക്കും അന്വേഷണം പോകണം. വാജിവാഹനത്തിന് അത് കൊള്ളയാവുന്ന എങ്ങനെയാ? അതെങ്ങനെ അങ്ങ് കൊള്ളാന്ന് വായിച്ചത്? 100%. കൊള്ളയാണ്. അതിൽ നിന്ന് പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളയാണ്. ഇറഗുലാരിറ്റീസ് എന്ന് പറയുന്ന ഒരു മിനിറ്റ് അത് അന്വേഷിക്കുന്നതിൽ എല്ലാ കാര്യവും അന്വേഷിക്കാൻ യാതൊരു എതിർപ്പുമില്ല. പക്ഷേ ഇറഗുലാരിറ്റീസ് എന്ന് പറയുന്ന അല്ല കൊള്ള. തിരിച്ചു ചോദിക്കുന്നതേ ഉള്ളൂ. പത്മകുമാർ ഞാൻ ഒറ്റ കാര്യം പറയാം. ഉണ്ട്. കാരണം ഈ പറഞ്ഞ ധ്വജപ്രതിഷ്ഠയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞുതരാം. 2010 ഈ പറഞ്ഞ ധ്വജപ്രതിഷ്ഠയെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ഇന്നലത്തെ SIT റിപ്പോർട്ടിനെ അന്വേഷിച്ച് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള അവിടെ നിൽക്കട്ടെ. ഇറഗുലാരിറ്റീസ് മറ്റേ കേസിൽ എന്താ കോടതി പറഞ്ഞത്? വിൽഫുൾ ബയറിന് ഒറിജിനൽ ആയിട്ടുള്ള സാധനം സുഭാഷ് കപൂർ മാതൃകയിൽ കടത്തി എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണ പൂശി അവിടെ കൊണ്ടേ വെച്ചു. എന്നിട്ട് 2019 ഈ കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടി 2025 ഇത് വീണ്ടും വിളിച്ചു വരുത്തിയ PS പ്രസാദിനെ എന്തുകൊണ്ട് നിങ്ങൾ നടപടിയെടുക്കുന്നില്ല എന്ന് ഹൈക്കോടതി വെച്ചാൽ അത് കൊള്ളയല്ലാതെ ചട്ടവിരുദ്ധമാണോ? കൊള്ളയാ പറഞ്ഞത്. ക്ഷേത്രക്കൊള്ള സുഭാഷ് കപൂറിന്റെ മാതൃകയിൽ
നടത്തിയെന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. അങ്ങ് ഇത് സമീകരിക്കാൻ നടക്കുക? അല്ലല്ലല്ല, അത് ക്ഷേത്രക്കൊള്ളയല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് 2017 ക്ഷേത്ര കൊടിമര ധ്വജപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടൊരു കൊള്ള നടന്നിട്ടുണ്ടെന്ന് സംശയിച്ചാൽ അതിൽ എന്ത് തെറ്റെന്നാ എന്റെ ചോദ്യം. അതിലെ പണപ്പിരിവ് വ്യാപകമാണ് എന്നൊരാക്ഷേപമുണ്ട്. ഇപ്പോൾ വാജിവാഹനം കൈമാറിയത് തന്ത്രസമുച്ചയത്തിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിലല്ലെന്നും ദേവസ്വം കമ്മീഷൻ ഉത്തരവ് ലംഘിച്ചാണെന്നും ആക്ഷേപമുണ്ട്. അത് അന്വേഷിക്കണമെന്ന് SIT പറയുന്നു. അങ്ങനെയാണെങ്കിൽ കൊടിമര പ്രതിഷ്ഠ നടന്നതിലും ഒരു കൊള്ളയുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് അതിനെ പ്രതിരോധിക്കുന്നത്? അന്വേഷിക്കട്ടെ, വരട്ടെ. ഞാൻ പ്രതിരോധിക്കുന്നില്ല. പക്ഷെ വസ്തുത മാത്രമാണ് ഈ ധ്വജപ്രതിഷ്ഠയെ സംബന്ധിച്ച് അന്വേഷിക്കണം എന്നൊരു കോടതിയുടെ ഉത്തരവിൽ പറയുന്നതും അതേസമയം തന്നെ സുഭാഷ് കപൂറിന്റെ മാതൃകയിൽ അന്താരാഷ്ട്ര ക്ഷേത്രക്കൊള്ള സംഘം അതിലെനിക്ക് വിയോജിപ്പില്ല. കോടതി പറഞ്ഞിട്ടുണ്ട്. താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. അത് അമ്പലക്കൊള്ള മാത്രമല്ല വിശ്വാസക്കൊള്ളയാണ് എന്നുകൂടിയാണ് ഞാൻ പറയുക. താങ്കൾ പറഞ്ഞതിനും ഒരു അപ്പുറത്ത് ഞാൻ പറയും, അതൊരു വിശ്വാസക്കൊള്ള കൂടിയാണ്. അത് പുറത്തു വരണം, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ ഒന്ന് മധുമണിയിലേക്ക് പോയിട്ട് ഒരു നിമിഷം. അരുൺകുമാർ പറഞ്ഞ ഈ പറയുന്ന ധ്വജപ്രതിഷ്ഠയുടെ കാര്യത്തിൽ കോടതി പറഞ്ഞൊരു FIR രജിസ്റ്റർ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് സംസാരിക്കാം. അല്ല, തീർച്ചയായിട്ടും നമുക്ക് ആ ഘട്ടത്തിലിരിക്കാം. ഇപ്പോൾ അജയ് തറയിൽ പ്രതിയല്ല, പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രതിയല്ല, അതും നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ്. ഇതൊക്കെ SITയുടെ സംശയങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. മധുമണിമല കൂടിയുണ്ട്. നമ്മൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ മധുമണിമല, ഇത് ഇനി FIR ഇടണം. താങ്കളുടെ അഭിപ്രായത്തിൽ കൊടിമരവുമായി ബന്ധപ്പെട്ട കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ അതിലും FIR ഇടണം, അതിന് മുന്നിൽ നടന്ന ഇടപാടുകളിലും അന്വേഷിക്കപ്പെടണം എന്ന് താങ്കൾ സംശയിക്കാനുള്ള കാരണം എന്താണ്? 1 മിനിറ്റ് സമയം. ഇവിടെ ആടിനെ പട്ടിയാക്കുകയാണ്, പട്ടിയെ പിന്നെ പേപ്പട്ടിയാക്കുകയാണ്. ഇവിടെ ശബരിമല സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. CPMന്റെ പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും തമ്മിൽ ഏറ്റുമുട്ടി യഥാർത്ഥ വസ്തുതയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോവുകയാണ്. ഇതിലേറ്റവും പ്രധാനം ശബരിമലയിലെ കൊടിമരം നിർമ്മിക്കുന്ന സമയത്ത് കേരള ഹൈക്കോടതി വിശ്വസിച്ചേൽപ്പിച്ച ഒരാളാണ് അഡ്വക്കേറ്റ് കുറുപ്പിയാണ്. അദ്ദേഹത്തിൻ്റെ ചുമതലയിലാണ് ആ കൊടിമര നിർമ്മാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നത്. ഇവിടെ പറയുന്നത് രാമൻ നായരുടെ കാലത്താണ് ഇദ്ദേഹത്തെ പോറ്റിയെ കയറ്റുന്നത്. രാമൻ നായർ 2007 ജനുവരി മാസം 23 ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ നിന്ന് മാറിയ ഒരാളാണ്. 2007 ജനുവരി 22 ചെറക്കടവ് മഹാദേവ ക്ഷേത്രത്തിലെ ആനക്കൊട്ടിലല്ല നടപ്പ സമർപ്പണമായിരുന്നു അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അവസാനം ചെയ്ത ജോലി. അന്ന് ആ ചടങ്ങിൽ എന്നെയും വിളിച്ചിരുന്നു, ഞാനും ആ ചടങ്ങിൽ പങ്കെടുത്തു. അതിനുശേഷം അന്ന് മന്ത്രി സുധാകരനാണ്, G. സുധാകരനാണ് ദേവസ്വം മന്ത്രി. അതിനുശേഷം ഗുപ്തന്റെ കാലത്താണ് പോറ്റി ശബരിമല വരുന്നത്. 2004 മുതൽ ബാംഗ്ലൂർ വെച്ച് രാജീവ് തന്ത്രിയും ഇദ്ദേഹം തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്ന് ശബരിമല അയാൾ വന്നു പോയിട്ടുണ്ടാവാം. പക്ഷെ അയാൾ കീശാന്തിയുടെ കൂടെ പരികർമ്മിയായിട്ട് വരുന്നത് 2007 മണ്ഡല മകരവിളക്ക് കാലത്താണ്. ഈ സമയത്തെല്ലാം ശബരിമലയിൽ സന്നിഹിതനായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കണ്ട നെയ് മാറുന്നില്ല, കേട്ട ഞാൻ പറയാം എന്നുള്ള രീതിയിലാണ് ഇവർ ചില ആൾക്കാർ ഇവിടെ പറയുന്ന പരമപ്രധാനമായ കാര്യം രാഷ്ട്രീയം തന്നെയാണ്. എനിക്ക് രാഷ്ട്രീയമല്ല, ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. ഞാൻ അയ്യപ്പനൊപ്പമാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ പേരെടുത്ത് പറഞ്ഞു, ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന അഡ്വക്കേറ്റ് ഇപ്പോഴത്തെ ജില്ലാ ജഡ്ജിയെ കുറിച്ച് അന്വേഷിക്കണം, അദ്ദേഹത്തെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണം, ASP കുറുപ്പിനെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടണം. അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് ASP കുറുപ്പിനെ വിശ്വസിച്ച് കേരള ഹൈക്കോടതി ഒരു ചുമതല ഏൽപ്പിച്ചു. അദ്ദേഹം സത്യം പറഞ്ഞാൽ ദേവസ്വം ബോർഡിനെ വഞ്ചിച്ചു, ശബരിമല അയ്യപ്പസ്വാമിയെ വഞ്ചിച്ചു, കേരള ഹൈക്കോടതിയെ വഞ്ചിച്ചു. അദ്ദേഹം സത്യം പറഞ്ഞാൽ ഈ കൊടിമരം നിർമ്മിച്ച അനന്തനാചാര്യയുടെ PRO എന്ന കണക്കിനാണ് അവിടെ പ്രവർത്തിച്ചത്. പച്ചയ്ക്ക് പറയുകയാണ്, എന്ത് നിയമ നടപടി ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അദ്ദേഹത്തിന് നിരവധി കൊടിമരങ്ങൾ പിടിച്ചു കൊടുക്കാൻ കമ്മീഷൻ ഏജന്റ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പലയിടത്തും പ്രവർത്തിച്ചത്. പല ആൾക്കാരും എന്നോട് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തോട് നല്ല അടുപ്പമുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞില്ല. ഇവിടെ കോടതിയുടെ അഭിഭാഷക കമ്മീഷണറായ കുറിപ്പിനെ ഇപ്പോൾ കോട്ടയം ജില്ലാ ജഡ്ജിയായിരിക്കുന്ന മനോജ് സാറ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായിരുന്നു. ആ സമയത്താണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കിക്കൊണ്ട് പോയതും കട്ടള ഇളക്കിക്കൊണ്ട് പോയതും കഥ ഇളക്കിക്കൊണ്ട് പോയല്ല. അതിനേക്കാളൊക്കെ പ്രധാനമാണ്, ഇതിനേക്കാൾ ഏറ്റവും പരമപ്രധാനമാണ് 3 താഴെക്കൂടെ നമ്മൾ അഴിച്ചുകൊണ്ട് പോയത്. ഇതുവരെ ചർച്ചയിലേക്ക് ഒന്ന് പരാമർശിച്ചു പോയതല്ലാതെ ഇതുവരെ അതിലേക്ക് അന്വേഷണം വന്നിട്ടില്ല. 3 താഴികക്കുടങ്ങൾ ശബരിമല ശ്രീകോവിലിലെ മേലുണ്ടായിരുന്ന 3 താഴികക്കുടങ്ങളാണ്. ശബരിമല ക്ഷേത്രത്തെ പോലെ അയ്യപ്പസ്വാമിയെ പോലെ തന്നെ പ്രധാനമാണത്. അവിടെ 2008 സ്വർണം പൊതിഞ്ഞതിന് ശേഷം കുംഭാഭിഷേകം നടന്നത് കണ്ടൊരു മഹേശ്വരി തന്ത്രിയും കണ്ടൊരു മോഹന തന്ത്രിയും കൂടെയാണ്. അന്ന് സഹായിയായിരുന്നു ഈശ്വരൻ നമ്പൂരിയാണ്, ഗൾഫ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി. അവർ 3 പേരാണ് അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നത് ഈ കുംഭാഭിഷേകം നടത്തിയത്. 2017 മെയ് മാസത്തിലാണ് ഇത് അഴിച്ചുകൊണ്ട് പോയത്. ജൂൺ മാസത്തിൽ ഞാൻ ഈ കാര്യം പുണ്യദർശനം മാസികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തന്ത്രി രാജീവൻ എന്നോട് പറഞ്ഞത് കൊടിമര പ്രതിഷ്ഠയോടൊപ്പം ഇതെല്ലാം ഒരേ കളറിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അഴിച്ച് പമ്പയിലേക്ക് കൊണ്ടുപോയെന്നാണ്. ഏറ്റവും പ്രധാനമായിട്ട് അറിയാം, TK രാജഗോപാൽ സാർ, അദ്ദേഹം മാതൃഭൂമിയുടെ പത്തനംതിട്ട ബ്യൂറോ ചീഫായിരുന്നു, കോട്ടയത്തെ ന്യൂസ് എഡിറ്ററായിരുന്നു. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹത്തെ പറയാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല.
അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം അറിയാം. അദ്ദേഹം ശബരിമല ഞങ്ങൾ ഒന്നിച്ചുണ്ട്. പിന്നെ വിജയമല്യ സ്വർണം പൊതിഞ്ഞെടുക്കുമ്പം രാജഗോപാൽ സാറ് മാത്രമേ ആ സ്വർണ്ണ പണികൾ നടക്കുന്ന വാതിലിന് വരെ ചെന്നുള്ളൂ. ആരെയും അങ്ങോട്ട് കടത്തത്തില്ല. 3 തരത്തിലുള്ള സെക്യൂരിറ്റി, വിജയമല്യയുടെ സെക്യൂരിറ്റി ഉണ്ട്, പോലീസിന് സെക്യൂരിറ്റി ഉണ്ട്, ദേവസ്വത്തിന് സെക്യൂരിറ്റി ഉണ്ട്. അവിടെ കയറി ഏകയാൾ രാജഗോപാൽ സാറാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരാളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അദ്ദേഹത്തിന് പോലും പറയാൻ അവസരം കൊടുക്കാതെ രാഷ്ട്രീയ ചർച്ചയാണ്. എന്തിനാണ് ഈ പ്രഹസനം നടത്തുന്നത്? റിപ്പോർട്ടർ ചാനലിൻ്റെ ഇതുണ്ട്, വ്യക്തിപരമായിട്ട് കാര്യം അറിഞ്ഞിട്ട് പറയണം. ഞാൻ തെളിവ് സഹിതം പറയാം. ഞാൻ തെളിവ് റിപ്പോർട്ടർ ചാനലിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല എന്നൊരു ബുക്ക് ഞാൻ പിന്നെ അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്ക്. അവിടെ നടന്നിട്ട് ഇതൊക്കെ മുഴുവൻ കാര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ, അതായത് അനന്തഗോപൻ സാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്നതിന് വരെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ആ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. മന്നത്ത് പത്മനാഭൻ തൊട്ട് പിന്നെ അനന്തഗോപൻ സാർ വരെയുള്ള മുഴുവൻ പേരുടെ ഫോട്ടോയും അതിൻ്റെ അടിയിൽ അവരുടെ കാലാവധി എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ട് കേട്ട് പഠിക്കേ, എന്നിട്ട് നിങ്ങൾ ചർച്ചയിൽ പറ. രാമൻ നായർ 2007 ജനുവരി 23 അദ്ദേഹം ചുമര ഒഴിഞ്ഞതാണ്. അതിനുശേഷം ആരായിരുന്നു അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരായിരുന്നു? അത് അന്വേഷിക്കുക. നിങ്ങൾ ചുമ്മാ രാഷ്ട്രീയ പ്രഹസനം. രാമൻ നായർ ആയിരുന്നു, അല്ലെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ സത്യസന്ധനായ ഒരു, ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, അദ്ദേഹം സത്യസന്ധനായ ഒരു അയ്യപ്പ ഭക്തനായിരുന്നു. അദ്ദേഹം എന്താ അറിയത്തില്ല. കൊച്ചിനെ നോക്കാൻ വന്നാൽ കൊച്ചിനെ നോക്കിയാൽ അവർ തള്ളയെടുക്കേണ്ട കാര്യമുണ്ടോ? ASP കുറുപ്പിനെ ചോരപ്പെടുത്തത് നിരീക്ഷകനായിട്ടാണ്. അദ്ദേഹമാണ് ഇത് പിന്നെ പ്രയാറിനെ കൊടുത്ത് തന്ത്രി വന്നി തന്ത്രിക്ക് അവകാശപ്പെട്ടാണെന്ന് തന്ത്രി പറയുന്നു. ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡ് അറിയാതെ കുറിപ്പ് നടത്തിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതിൽ അജയ് തറയിലടക്കമുള്ളവർ പ്രതിസ്ഥാനത്ത് വരില്ലെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, അജയ് തറയിലോ പ്രയാർ ഗോപാലകൃഷ്ണനോ രാഘവനോ ഒന്നും ഇതിനകത്ത് പ്രതിസ്ഥാനത്തില്ല. ഇത് കോടതിയുടെ അനുമതി കൂടാതെ നിരീക്ഷകനായിട്ട് പങ്കെടുത്ത ASP കുറുപ്പാണ് ഇത് പ്രയാറിന്റെ കൊടുത്തിട്ട് തന്ത്രിക്ക് കൊടുക്കാൻ പറഞ്ഞത്. തന്ത്രി അവകാശപ്പെട്ടു വന്നു. തന്ത്രിയും ASP കുറുപ്പും തമ്മിലുള്ള ബന്ധം എന്താ? തന്ത്രിയും അനന്തനാചാര്യം തമ്മിലുള്ള ബന്ധം എന്താ? തന്ത്രി ASP കുറുപ്പിന്റെ കഴിഞ്ഞ 15 വർഷത്തെ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കട്ടെ. കോടതി അന്വേഷിക്കട്ടെ. കോടതി നിയോഗിച്ചാലേ കോടതികളെ അങ്ങനെ വിശ്വാസം വേണ്ടേ? ഞാൻ പിന്നെ പച്ചയ്ക്ക് പറയുന്നത് എന്താ? കാരണം നിരപരാധികളായിട്ടുള്ള ആൾക്കാരിലേക്ക് അന്വേഷണം പോന്നു. ഇതേ കാര്യം തന്നെ 2019 എങ്ങനെയാണ് കാണുന്നത് മധു മണിമല? 2019 എന്ത് കാര്യം? 2019 ദ്വാരപാലക ശില്പങ്ങളിലെ ഏറ്റവും താഴത്തെ പീഠത്തില് ദ്വാരപാലക ശില്പങ്ങൾ ഇറക്കുമ്പോൾ താഴത്തെ പീഠത്തിൽ ഒരു 5 സെന്റിമീറ്റർ ഉയരത്തിൽ ഒരു 15 സെന്റിമീറ്റർ നീളത്തിൽ ചെമ്പ് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിരന്തരമായിട്ട് ഉച്ചയ്ക്ക് സോപാനം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് ടൗൽ ഉപയോഗിച്ച് നിന്ന് തുടയ്ക്കും. ആ തുടയ്ക്കുന്ന ഭാഗത്തെയാണ് ചെമ്പ് തെളിഞ്ഞിരുന്നത്. അല്ലാതെ ആ ദ്വാരപാലക ശില്പങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു ഷർട്ടിന്റെ ഒരു ബട്ടൺസ് കേടാ അയാൾ ഷർട്ട് മൊത്തം മാറേണ്ട കാര്യമുണ്ടോ? ആ ബട്ടൺസ് മാറ്റിയാൽ പോരെ. ആ പീഡ വഴിച്ച് മാത്രം പോളിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നെ സ്വർണ്ണം പൊതിയോ സ്വർണ്ണം പൂശിയോ എന്ന് തന്നെ ചെയ്യാം. അത് മൊത്തം അടിച്ചു. അത് ഇവരെ അളവെടുത്ത് കൊണ്ടുപോയിട്ട് പിന്നെ കൊണ്ടുപോയ സാധനമല്ല കൊണ്ട് പിടിപ്പിച്ചത്. അതുകൊണ്ടാണ് അളവിൽ വ്യത്യാസം വന്നത്. ഈ ശബരിമല നടക്കുന്ന മുഴുവൻ തീവെട്ടിക്കൊള്ളയാണ്. ഇത് നിയന്ത്രിക്കേണ്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇല്ലെങ്കിൽ ഈ ശബരിമല ക്ഷേത്രം തന്നെ കൊള്ളയടിക്കപ്പെട്ടു. പറയുന്നത് അത് UDF-ന്റേതാവട്ടെ LDF-ന്റേതാവട്ടെ UDF-ന്റേതാവട്ടെ LDF-ന്റെ ആകട്ടെ അവർക്ക് പങ്കില്ല എന്ന് ഞാൻ പച്ചയ്ക്ക് പറയത്തില്ല. അത് പറയാൻ ഞാൻ അശക്തനാണ്. കാരണം തന്ത്രി അറിയാതെ അവിടെ ഒന്നും നടക്കത്തില്ല. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലാണ് ഗൂഢാലോചന. ശബരിമല എലി കയറുന്നു എന്ന് പറഞ്ഞാണ് വാസുധാരന്റെ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട്. എലി കയറുന്നു എന്ന് തന്ത്രി പറഞ്ഞു എന്ന്. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ യഥാർത്ഥത്തിലുള്ള വസ്തുതയെ മറച്ചുവെക്കുന്നതാണ്. ഇതിൽ CPM കട്ടോ കോൺഗ്രസ് കട്ടോ എന്നതിനും അപ്പുറത്തേക്ക് യഥാർത്ഥ പ്രതി രക്ഷപ്പെടുകയാണ്. SITയുടെ അന്വേഷണത്തിൽ 101% ഞാൻ തൃപ്തനാണ്. എനിക്ക് വിശ്വാസമുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഹൈക്കോടതി ഇത്രയും നല്ലൊരു ദേവസ്വം ബെഞ്ച്, ആ ബെഞ്ചിന്റെ ആർജവം, അതുപോലെ SITയുടെ അന്വേഷണ ത്വര, അവരെ ഈ 2 ടീമും ഇത് അന്വേഷിച്ച് കണ്ടെത്തും. ഒരാളും രക്ഷപ്പെടത്തില്ലെന്ന് ഉറപ്പാണ്. ഇത് സാക്ഷാൽ അയ്യപ്പസ്വാമിയാണ് ഈ അന്വേഷണം നിയന്ത്രിക്കുന്നത്. ഈ അന്വേഷണത്തിന്റെ തലവൻ ആരാ? SITയുടെ തലവൻ ആരാ? വെങ്കടേഷ് സാർ അല്ല, സാക്ഷാൽ അയ്യപ്പസ്വാമിയാണ്. അയ്യപ്പസ്വാമി സ്പെഷ്യൽ കമ്മീഷൻ ജയകൃഷ്ണൻ പുറത്തു വരട്ടെ എല്ലാം. മഹേഷ് പണിക്കർ ശില്പി, ഒപ്പം തന്നെ ഡോക്ടർ PK ഗോപൻ, രാജു P നായർ, മധു മണിമല, TK രാജഗോപാൽ ചർച്ചയിൽ ചേർന്നു. Debate with Dr. Arun Kumar.